അണ്ടി വിട്ടും മാറും മോറും വിട്ടും ഇവന്മാർക്കൊരു കളി. ഞാൻ രസകരമായിട്ടൊരു സ്വർഗത്തിന്റെ ലൈവിൽ കയറിയതാണ്. അപ്പൊ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കിയതാ. ഗ്രൂപ്പും കൂടി ലൈവിൽ ഇടാൻ പറ്റുമോ എന്നറിയാൻ. അപ്പോ സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വർണ്ണന കേട്ടിട്ട് ഇവിടെ നമ്മുടെ ലൈവിൽ ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിടിച്ചിരിക്കണം, ഇരുമ്പ് നിക്കറിട്ട് നന്നായിട്ട് കല്യാണ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വെക്കണം. കാരണം ശരീരമൊക്കെ ചിന്നിച്ചിതറുമ്പോ കല്യാണ സാധനം കേടുവന്നു കഴിഞ്ഞാൽ 72 ഹൂറികൾ പിണങ്ങും. അപ്പൊ ആ വിഷയത്തെ കുറിച്ചിട്ട് ഗഹനീയമായ ഒരു ചർച്ചയിലേക്ക് പോകുമായിരുന്നു. നമ്മൾ എന്ത് വിഷയമാണ് ഇവിടെ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. ഒന്ന് പറയാമോ എന്താ നമ്മുടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നതെന്ന്? അതായത് ഒരു ബഹുസ്വര സമൂഹത്തില് ഒരു അങ്ങനെ ഒരു സമൂഹം വരുമ്പോൾ അവിടെ ഇസ്ലാമും ഖുറാനും ഭീഷണിയാണ് സമൂഹത്തിന്. നമ്മുടെ നാട് ഒരു ബഹുസ്വര സമൂഹം പല ഈ സമൂഹത്തില് ഇസ്ലാമും ഖുറാനും വരുമ്പോൾ അത് ഈ സമൂഹത്തിന് ഒരു ഭീഷണിയാണ്. അതാണ് അതിനെക്കുറിച്ചാണ് ചർച്ച. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണെന്ന് തോന്നുന്നു. ഏതാണ്ട് കൂടുതൽ ആളുകൾക്ക് ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യന്മാര് ജീവിക്കുന്ന മുഴുവൻ ഭാഗങ്ങളിലും പ്രദേശങ്ങളായിരുന്നാലും, ഇനി അതല്ല ഒരു മുസ്ലിം മാത്രമേ ജീവിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവിടെ സമാധാനം തകർക്കാൻ ഇവരിൽ ഒരാൾ മതിയാവും. അത്രമേൽ ബഹുസ്വര സമൂഹത്തിനെന്ന് മാത്രമല്ല, മനുഷ്യകുലത്തിന് തന്നെ വലിയ രൂപത്തിൽ ഭീഷണിയായിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ആ മതം പ്രതിനിധാനം ചെയ്യുന്ന ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഇസ്ലാം, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഇവര് വിവിധ സംഘടനകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഇത് വന്നെത്തുന്നത് തീവ്രവാദത്തിലേക്ക് തന്നെയാണ്, ഭീകരവാദത്തിലേക്ക് തന്നെയാണ്. മുമ്പൊരിക്കല് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. 2009 തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ഭീമാവള്ളിയിലെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിലും, ഞാനാണെങ്കിലും ഭീമാവള്ളിയിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം മാറിയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗൾഫ് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവിടെയാണ് പോകാറുള്ളത്. സിനിമയുടെ പുതിയ ഇറങ്ങുന്ന സിനിമയുടെ CD അടക്കം അവിടെയാണ് കിട്ടുന്നത്. വിലക്കുറവില് എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ചെന്നെത്താൻ പറ്റില്ല. ഒരു യൂട്യൂബർക്ക് വീഡിയോ പോലും എടുക്കണമെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ പറ്റില്ല. പിന്നെ ഈ ഓപ്പൺ ചൈനീസ് ഫോണുകളുടെ ഒക്കെ തരംഗം 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഒക്കെ സുലഭമായി ചൈനീസ് ഫോണുകൾ കിട്ടിയിരുന്നത് ഭീമാവള്ളിയിലാണ്. അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ആകർഷണീയത തോന്നുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ഗൾഫ് ബസാറിനകത്ത് പോയതുപോലെ തന്നെ ഉണ്ടാകും. 2 കോണുകളിലും ഇരിക്കുന്നതെല്ലാം ഗൾഫ് സാധനങ്ങളാണ്. നല്ല മിതമായ വിലയ്ക്ക് തന്നെ കിട്ടും. ആ സമയത്താണ് പള്ളിയിൽ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതാണ് അയാളുടെ അനുഭവം പറയുന്നത്. അപ്പൊ പോകുന്നു ആളുകള്, സാധനങ്ങൾ വാങ്ങുന്നു, മിണ്ടാതെ വരണം. അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ വില വാങ്ങി എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. എന്നാൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൂടും. അങ്ങനെ നമ്മുടെ ഈ മാലിക് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിന്റെ പശ്ചാത്തലം വളരെ നന്നായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ടതാണ് ആ സിനിമ. അപ്പൊ അത് ഈ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ 2009 ഒരു വെടിവെപ്പ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലത്തീൻ ക്രിസ്ത്യൻസിന്റെ മുഴുവൻ അവരുടെ ഒരു ചിത്രം പോലും ഇല്ല എന്ന രൂപത്തിൽ അവരാ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ക്കപ്പെടുന്നത് പോലെ ആ പ്രദേശത്ത് നിന്ന് എടുത്തു കളയുമായിരുന്നു. അന്ന് ഒരു പക്ഷേ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥന്റെയും അതുപോലെ അഭിമന്യുവിന്റെയും ഒക്കെ ഹിസ്റ്ററി എങ്ങനെ, അതുപോലെ തന്നെയാണ് അതും. അപ്പൊ മാലിക് സിനിമയുടെ റിലീസിനെ തുടർന്ന് ഭീമാവള്ളിയിലെ വെടിവെപ്പ് എന്ന് പറഞ്ഞിട്ട് ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ 2ാമത്തെ വെടിവെപ്പിനെ ഭരണകൂടത്തിന്റെ വംശീയ ആക്രമണമായി വ്യാഖ്യാനിച്ച് സുഡാപ്പികൾ സാധാരണ പോലെ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ആരാണോ വേട്ടക്കാരൻ അവൻ തന്നെ സ്വയം ഇരയായിട്ട് ഇരയുടെ കുപ്പായം എടുത്തണിഞ്ഞു.
അപ്പൊ മാലിക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഇവർ വലിയ രൂപത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് തെറ്റാണ്. ഫഹദ് ഫാസലിന്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയെക്കാളും ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാല് മറ്റു സിനിമകൾ വരുന്ന സമയത്ത് ഇവര് പറയുന്നത് എന്താ? അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അവർക്ക് കലാപരമായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്നാ പറയാ. പക്ഷെ അത് കാശ്മീർ ഫയൽസിനില്ല, ഇത് കേരള ഫയൽസിനില്ല, വാരിയംകുന്നൻ എന്ന് പറയുന്ന സിനിമയ്ക്കില്ല, പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമയ്ക്കില്ല. അങ്ങനെ എപ്പോഴും വ്യത്യസ്തമാണ് ഇവരുടെ മനുഷ്യാവകാശങ്ങളൊക്കെ. അങ്ങനെ റാഡിക്കൽ തീവ്രവാദം കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദം ഏറ്റവും കൂടുതൽ കണ്ട ഒരു കലാപമായിരുന്നു അത്. പോലീസ് ഗൂഢാലോചനയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചു. ചരിത്ര വിരുദ്ധത അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമാണ് ഇസ്ലാമിക വിരുദ്ധത എന്ന് പറഞ്ഞ് മുസ്ലിം സംഘവും രംഗത്ത് വന്നു. ഭീമാപള്ളിയിലെ വെടിവെപ്പ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമാകുകയോ ജനാധിപത്യ പ്രശ്നമാകുകയോ ചെയ്യാതെ, ഒരു മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുക്കാതെ, ഒരു അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളും ഇല്ലാതെ അതിന്റെ പശ്ചാത്തലം, അതിന്റെ സാഹചര്യങ്ങൾ, അതെന്തുകൊണ്ടുണ്ടായി, ഇനിയും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ കൊടും കലവറകൾ ഇനിയും ഉണ്ടാകുമോ, ഒന്നും ആർക്കും ഒരു ആകുലതയും ഉണ്ടായിരുന്നില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്ന താടിയുള്ള അപ്പൂപ്പനെ ഭയന്നേ മതിയാകുമായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയിട്ട് 2011 പുറത്തിറങ്ങിയ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ഒരു ട്രാഫിക് എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് പോലീസ് ജീപ്പ് ഒരു കോളനിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സീനുണ്ട്. പിന്നെ എഴുപുന്ന ബൈജു അവതരിപ്പിച്ച ഒരു ഗുണ്ടാ കഥാപാത്രമാണ് അവിടെ കോളനിയിൽ നിന്ന് പോലീസിനെ രക്ഷിച്ചെടുക്കുന്നതായിട്ട് കാണുന്നത്. ആ സീനിനകത്ത് കമ്മീഷണർ അജ്മൽ നാസർ അഥവാ അനൂപ് മേനോനാണെന്ന് തോന്നുന്നു, അയാളുടെ ഉദ്യോഗസ്ഥന്റെ ഒരു ഡയലോഗ് എന്നെ വല്ലാതെ ആകർഷിച്ചു. ബിലാൽ കോളനി ന്യൂനപക്ഷ സമുദായം ശക്തമായിട്ടുള്ള സ്ഥലമാണ്, പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കോളനി. പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബ്ലാക്ക് മാർക്കറ്റ് ഗുഡ്സ് പിടിക്കാൻ 1-2 തവണ ശ്രമിച്ചിട്ടും വെടിവെപ്പും മറ്റുമുണ്ടായ സ്ഥലമാണ് എന്ന് അതിനകത്ത് അനൂപ് മേനോൻ വളരെ വ്യക്തമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. ഹൈന്ദവ, ക്രൈസ്തവ, മറ്റ് ഇതര മതവിഭാഗങ്ങള് ഒരു രാജ്യത്ത് ജനാധിപത്യപരമായി ജീവിക്കുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില പ്രിവിലേജുകൾ, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ആധികാരികമായ മതനിയമങ്ങളോടുകൂടി അവരെ ശരീഅത്ത് നിയമത്തിന് വിട്ടുകൊടുക്കുന്ന പോലീസും ഗവൺമെന്റും മറ്റ് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ നിസ്സംഗരായി നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അധികാരങ്ങളോടും സ്വാതന്ത്ര്യങ്ങളോടും കൂടിയ ഒരു വിഭാഗം ആളുകൾ കഴിയുന്നു എന്നതാണ് ആ സീന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. അതായത് ശരീഅത്ത് നിയമത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവർ അനുഭവിക്കുന്നത്, ശരീഅത്ത് നിയമത്തിന്റെ അധികാരമാണ് അവരവിടെ പ്രയോഗിക്കുന്നത്. വെടിക്കോപ്പുകളുടെയും അപകടകരമായിട്ടുള്ള ആയുധങ്ങളുടെയും കലവറയാണ് എന്ന് സിനിമകളിലൂടെ തന്നെ നമ്മളോട് പറയുമ്പോൾ ആ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകൾ, അതിനകത്തെ അഭിനേത്രികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഉൽപ്പന്നങ്ങളുടെ അതുപോലെ സിഡികൾ ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ടാക്സ് വെട്ടിച്ച് അവര് കൂടുതൽ ലാഭമുണ്ടാക്കുക എന്ന രൂപത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും രഹസ്യമായ പരസ്യം എന്ന് പറയുന്നത് പോലെ അധോലോക മാർക്കറ്റായിട്ട് കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഭീമാപള്ളി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭീമാപള്ളിയിൽ വെച്ച് 2009 മെയ് 17 ഒരു വെടിവെപ്പ് നടക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിത്തെരിച്ചു പോയ ഒരു ദിവസമായിരുന്നു അന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്ത് കൊണ്ടോട്ടിയില് ഒരാളുടെ കയ്യില് എന്തോ വെടിവെക്കാനുള്ള ആയുധമോ തോക്കോ ഗണ്ണോ വെടിയുണ്ടയോ ഒക്കെ കണ്ടിട്ട് പോലീസ് അത് അന്വേഷിച്ച് ചെന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള എടവണ്ണ, ഞാൻ പഠിച്ച സ്ഥലമായതുകൊണ്ട് എനിക്കതറിയാം, ആ എടവണ്ണയില് എന്താണ് ഒരു മുഹമ്മദ് കമ്മത്ത് ഉണ്ണിക്കമ്മത് എന്ന് പറയുന്ന കാക്കാടെ വീട്ടിൽ നിന്ന് ഈ കേരളത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള ആയുധ സന്നാഹങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. എന്നിട്ട് എവിടെ എന്തന്വേഷണം, എവിടെ ഫോളോ അപ്പ്, അതിനെ സംബന്ധിക്കുന്ന അപ്ഡേറ്റ് ചെയ്ത വാർത്തകൾ എവിടെ കിട്ടും? അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ എതിരാളിയുടെ ജാതിയും മതവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നോക്കി മാത്രമേ ഈ അപകടകരമായ ആശയത്തെ എതിർക്കാൻ ആളുകൾ തയ്യാറാകൂ. അപ്പൊ ഭീമാപള്ളിയിലുള്ള പോലീസ് വെടിവെപ്പ് എന്ന് പറയുമ്പോൾ തെരുവിൽ നടക്കുന്നത് പോലെ ഒരു ശക്തനും ഒരു അശക്തനും, അതല്ലെങ്കിൽ ഒരു മതവിശ്വാസിയും ഒരു മതമില്ലാത്തവനും, അതല്ലെങ്കിൽ ഒരു മുസ്ലിമും ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ, അവര് തമ്മിലുള്ള തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് ഇവരെഴുതി തള്ളുമ്പോഴും അത് ലക്ഷണമൊത്ത വർഗീയ കലാപത്തിന് വേണ്ടിയുള്ള ആക്കം കൂട്ടലാണ് എന്ന സാഹചര്യങ്ങളുടെ ഗൗരവം അറിയുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാകൂ. വലിയ തുറ, ഞാനിവിടെ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്കൂളിൽ വർക്ക് ചെയ്തത്, അതുകൊണ്ട് എനിക്കറിയാം ആ നാടിനെ കുറിച്ച്.
അവിടെ റോഡിലുള്ള ഭീമാവള്ളി പ്രദേശത്ത് ചെറിയ തുറ, വലിയ തുറ ബീച്ചിലേക്കുള്ള ഒരു റോഡുണ്ട്. അവിടെ ഒരു ബംഗ്ലാദേശ് കോളനി ഉണ്ട്. അപ്പൊ ആ ഭീമാവള്ളി ഭാഗത്തേക്ക് മുസ്ലിങ്ങൾ, അതുപോലെ ചെറിയ തുറ ഭാഗത്തേക്ക് ലത്തീൻ കത്തോലിക്കർ, അവിടെ എന്താണ് നൊളയന്മാരെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക. കാരണം ക്രിസ്ത്യാനികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കൊമ്പൻ ഷിബു എന്ന ഒരു സാമൂഹ്യദ്രോഹി ഒറ്റയ്ക്ക് വരുത്തി വെച്ച വിനകളാണ് ഒരു വർഗീയ സംഘടനത്തോളം എത്തി നിന്നത് എന്ന് പോലീസ് പറയുന്നു. കഞ്ചാവ് വിൽപ്പനക്കാരൻ കൂടിയായിരുന്ന ഇയാള് ചെറിയ തുറയിൽ നിന്ന് മദ്യപിച്ചെത്തി ഭീമാവള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയത് സംഘർഷത്തിലെത്തി. ക്രൈസ്തവനായിട്ടുള്ള ഷിബു ഒരു സമുദായത്തിന്റെയും പിന്തുണ അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അയാളുടെ പേര് ഷിബു എന്നതായിരുന്നു. പക്ഷെ മുഹമ്മദ് എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം പോലും ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് അയാൾ എയ്ഡ്സ് രോഗിയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അയാളെ കുറിച്ചിട്ടുള്ള കിംവദന്തികൾ മാത്രം പോലീസ് പുറത്തു വിട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴും ഉന്മാദികളായ, രക്തദാഹികളായ, കലാപമുണ്ടാക്കാൻ വേണ്ടി ദാഹിച്ചിരുന്ന മതഭ്രാന്തന്മാരായിട്ടുള്ള സുഡാപ്പി കൂട്ടങ്ങൾക്ക്, ആ വെട്ടുകിളി ഫാൻസിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ് ചെയ്തത്. കാരണം അവിടെ മതം അവർക്കൊരു വിപണന മാർഗമായിരുന്നു. അതുകൊണ്ടാണ് അവരതിനെ അവിടെയും മതം കൊണ്ടുവന്ന് അവരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത്. ഒരറ്റത്ത് നിന്ന് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് എല്ലാത്തിനെയും ഉടച്ചു വാർക്കാൻ വേണ്ടി വരുന്ന ഒരു ജനക്കൂട്ടം. അതോ കൊമ്പും തുമ്പിക്കൈയുമുള്ള താടിയും തലപ്പാവുമുള്ള മതഭാഗങ്ങൾ. അതുകൊണ്ട് അവിടെ ഒരു കലാപം നടന്നാൽ പോലും പോലീസിന് ഇടപെടാനോ മാധ്യമങ്ങൾക്ക് ഇടപെടാനോ സാധിക്കാത്ത വിധം കലുഷിതമായി കേരളത്തിനകത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ്. പോരാത്തതിന് പോലീസിനും സർക്കാർ അധികാരികൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ ഭീമാവള്ളിക്കാരോട് എന്തെങ്കിലും രൂപത്തിൽ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചതായിട്ട്, ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളിൽ അവർ ഏർപ്പെട്ടതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോലീസുകാര്, രാഷ്ട്രീയക്കാര്, കുറ്റവാളികൾ, ഇതൊന്നും വ്യതിരിക്തമല്ല. എല്ലാം ഏതാണ്ട് നമ്മളുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ മോഡലാണ്. ഒരു അധോലോക കേന്ദ്രമാണ് ഭീമാവള്ളി എന്ന് പറയുന്ന ഒരു കോളനി. ഗൾഫ് സാധനങ്ങൾ, CD, അതുപോലെ DVD പ്ലെയർ, ഇത് ടാക്സ് ഇല്ലാതെ വിൽക്കുന്നത് പോലീസിന് ഒരു രൂപത്തിലും തടയാൻ സാധിക്കുന്നില്ല. ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടക്കുക. അത് വലിയ രൂപത്തിൽ ഒരു ഗുണ്ടാസന്നാഹം തന്നെ ഉണ്ടാകും അവിടെ. അതിന്റെ ഭാഗമായിട്ട് റെയ്ഡുകൾ, അതിക്രമങ്ങൾ, കോളനിക്കാര് അസാധാരണമായി ചെറുത്തു നിൽക്കുന്ന രീതികൾ എങ്ങും എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സമാന്തരമായിട്ടുള്ള ശരീരത്ത് ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. അധോലോകം. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ മഹല്ല് പ്രസിഡന്റ് പറയണം. അയാള് പിടിച്ചു കൊടുക്കണം ഈ കുറ്റവാളിയെ, അല്ലാതെ പോലീസിനൊന്നും ഇടപെടാൻ പറ്റില്ല. ഒരു മുന്നറിയിപ്പുകളും ഇല്ലാതെ, യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, ഭരണഘടന അനുസരിക്കാതെ, ഒരു മൂല്യങ്ങളും ഒരു ജനാധിപത്യ മര്യാദകളും അവർക്ക് ബാധകമല്ല. അവരെ മറ്റുള്ളവരോട് ക്രൗരഭാഗത്തോടു കൂടി പബ്ലിക്കായിട്ട് തന്നെ അവർ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന ക്രിമിനലുകളെ നമുക്ക് ആ നാട്ടിൽ കാണാൻ പറ്റും. 2009 മെയ് 17 ഉച്ചയ്ക്ക് ഭീമാവള്ളി കടപ്പുറത്തേക്ക് ഇരച്ചു കയറി പോലീസുകാർ നിറയൊഴിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി. 6 പേര് തൽക്ഷണം പോലീസ് വെടിവെപ്പിൽ മരിച്ചു വീണു എന്ന് പറഞ്ഞു. 50-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞു. പല ആളുകളും പിന്നീട് ഈ വെടിവെപ്പിൽ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ തോക്കിന്റെ പാത്തി കൊണ്ട് തലക്കടിച്ചിട്ട് പോലീസ് കൊന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നു. ലത്തീൻ കത്തോലിക്കക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വർഗീയ കലാപം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വെടിവെച്ചത് എന്ന് പോലീസ് ഔദ്യോഗികമായി മൊഴിയും കൊടുത്തു. പിന്നീട് പോലീസ് അന്വേഷണ വിധേയമായിട്ടുള്ള കമ്മീഷനുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എന്തായി എന്ന് അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സിനിമയുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതൊരു പോലീസ് ഒരു കോൺസ്പിറസി ആയിട്ട് മാത്രം വ്യാഖ്യാനിക്കുകയാണ് പിന്നീട് വന്ന സിനിമകളിൽ പോലും നമ്മൾ കണ്ടത്. എന്ത് പറഞ്ഞാലും ശരി നിരാകരിക്കാൻ സാധിക്കാത്ത ഒരു സമാന്തരമായിട്ടുള്ള ഒരു ശരീഅത്ത് ഭരണകൂടം അന്ന് തക്കതായ രൂപത്തിൽ ഭരണകൂടം ഇടപെട്ടിട്ടില്ല. പോലീസ് പ്രതികരിച്ചിരുന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ 100 കണക്കിന് നിരപരാധികളായിട്ടുള്ള ആളുകളും കുട്ടികളും ഒക്കെ അവിടെ ഈ രൂപത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഭൂമിക തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു രൂപത്തിൽ ഉണ്ടായിരുന്ന ഒരു കലാപത്തെ എന്തായിരുന്നാലും അന്ന് പോലീസുകാര് 6 പേരെ കൊന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഇല്ലാതായി എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം സിനിമകളിലൂടെ മാത്രമാണ്. അവിടെ ചെന്നൊരു റിപ്പോർട്ട് നടത്താൻ, അവിടെ ചെന്ന് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ ചിത്രീകരിക്കാൻ, ജനങ്ങളെ അറിയിക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ തയ്യാറാകാതിരുന്നത് എന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണോ? ഇസ്ലാം ലോകത്തിന് വലിയ രൂപത്തിൽ ഭീഷണിയാണോ? ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമും ഖുർആനും മുസ്ലിങ്ങളും മൊത്തത്തിൽ ഭീഷണിയാണ്, യാതൊരു സംശയവുമില്ല. എനിക്ക് എന്റെ കാര്യമായി ഞാൻ ടീച്ചർ പറഞ്ഞതിനകത്തോട് യോജിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. നിർമ്മല കോളേജിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് അവിടെ നിസ്കാരമായവർക്ക്
ഇരിക്കണമെന്ന് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു ഉസ്താദ് കോഴിക്കോട് പ്രസംഗിച്ച പ്രസംഗം, അതായത് പ്രസംഗമല്ല, ടീച്ചിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്കൂൾ, ഒരു കോളേജിൽ നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ഇസ്ലാമാക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെ നിസ്കരിപ്പിക്കണം എന്നതിനെ കുറിച്ച് എങ്ങനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു പഠിപ്പിക്കലിന്റെ വീഡിയോ പുറത്തു ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അയാള് പറയണത്, നിങ്ങൾ ആദ്യം ചെന്ന് ഒറ്റയ്ക്ക് പോയി മാറുന്ന നിസ്കരിക്കുക, നിങ്ങൾ ആണെന്നില്ല. അപ്പോ അവർക്ക് കാര്യം എന്താ മനസ്സിലാവില്ല. പിന്നീട് നിങ്ങൾ അപ്പൊ അവര് എന്തിനാന്ന് നോക്കിയാൽ എന്നാലും അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ മെന്റലി മെല്ലെ അവരെ കൊണ്ട് എല്ലാവരെ കൊണ്ട് നിസ്കരിപ്പിക്കുക എന്ന് ഒരു പഠിപ്പിക്കൽ, ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ നിർമ്മല കോളേജിൽ അവർക്ക് അനുവാദമില്ലാതെ തന്നെ അവർക്ക് നിസ്കാരം മുറി വേണമെന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നടത്തിയത്. പക്ഷേ ഇതിനോട് ഇത്രയും വലിയ ഒരു മതപരമായിട്ടുള്ള ഒരു അതിക്രമവും വർഗീയതയും ഇവിടെ പടർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ചർച്ചകൾ ചെയ്യാനോ അല്ലെങ്കിൽ മാധ്യമ സിംഹങ്ങൾ ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് ഒന്ന് കൃത്യമായിട്ട് അതിനൊന്ന് ഫോക്കസ് ചെയ്ത് ഇവിടെ സംഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം ആണെന്ന് പറയാനോ ശ്രമിച്ചായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ഇവര് ചെയ്യുമെന്ന്. പക്ഷെ എന്താണ്, ഒരു ബിഷപ്പ്, പാലാ ബിഷപ്പ് നാർക്കോട്ടിക്സുകാരുണ്ട്, അവിടെ സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ഇപ്പോഴും അതിന്റെ പേരിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകര് അത്രയും വലിയ ഒരു പരിപാടി ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്തിട്ടും അതിനേക്കാളും വലുത് വേറെ ഉണ്ട്. നമ്മുടെ കയ്യിൽ വേറെയും വീഡിയോസ് ഉണ്ട്. നമ്മളതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. അതൊക്കെ ഉണ്ടായിട്ടും ഇവരതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഈ വിഭാഗത്തിൽപ്പെട്ട, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മാധ്യമപ്രവർത്തകർക്കുള്ള ഫണ്ടിങ് വരുന്നത് അലി മൊയ്ലാലിയുടെ കയ്യിൽ നിന്നാണെന്ന്, അതായത് യൂസഫ് അലിയുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ യൂസഫ് അലിയെ പിണക്കാനായിട്ട് ഇവർക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ജാമ്യ ടീച്ചറിന് ധാരണയുണ്ടോ? അറിയത്തില്ലാത്തതുകൊണ്ട്. നമ്മൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും ഇവരോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും നമുക്കറിയാം, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ്. ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. മതം എന്താണെന്നും മതഭീകരത എന്താണെന്നും ഇതിന്റെ രാക്ഷസീയത എന്താണെന്നും വളരെ നന്നായിട്ട് അറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ഒരു ഉസ്താദ് അദ്ദേഹം സൂചിപ്പിച്ച വിഷയം നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. നിർമ്മല കോളേജിൽ കുട്ടികളെല്ലാം കൂടി ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാല് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് കുട്ടികളെല്ലാം കൂടെ വലിയ രൂപത്തിൽ മുദ്രാവാക്യം മുഴക്കി. അത് എന്തിൽ നിന്നാണ്? ഇത് ആസൂത്രിതമായിട്ടൊരു കലാപത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടലാണ് ആ സ്ഥാപനത്തിൽ നടന്നത് എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടത്. ഒരു മുജാഹിദ് ഉസ്താദ് പറയുന്നു, നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിലും ശരി ആ സ്ഥാപനത്തിൽ നിങ്ങൾ നമസ്കരിക്കണം. അത് പിന്നീട് 150 പേരായിട്ട് പരിണമിക്കും, യാതൊരു സംശയവുമില്ല. ഒരു കുട്ടി ആദ്യം അവിടെ നിന്ന് ഉച്ചയ്ക്ക് നമസ്കരിക്കുക, രണ്ടാമത്തെ ദിവസം അത് 3 കുട്ടിയായി. അദ്ദേഹം അനുഭവം പറയുന്നുണ്ട്. 3-ാമത്തെ ദിവസമായപ്പോൾ 9 കുട്ടികളായി. 4-ാമത്തെ ദിവസമായപ്പോൾ ബെഞ്ചും ഡെസ്ക് മാറ്റി ഒരു ക്ലാസ് റൂം മുഴുവനും അവർക്ക് കിട്ടി. ഇന്ന് 150 കുട്ടികൾ നമസ്കരിക്കുന്ന, 150 പേര് നമസ്കരിക്കുന്ന രൂപത്തിൽ ഒരു പള്ളി ആ കലാലയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനത്തോടുകൂടി അങ്ങനെ ശ്രമിച്ചാൽ മതി എന്നാണ് അധ്യാപകൻ പറഞ്ഞത്. പിന്നെ മാധ്യമ പ്രവർത്തകർക്കുള്ള ഫണ്ടിനെ സംബന്ധിച്ച് നമ്മുടെ അസ്ത്രം ഗഫൂർ പറയുന്നുണ്ട്, നമ്മളെ ആരാ എതിർക്കാനുള്ളത്? പിന്നെ മാതൃഭൂമിയിലെ ഇന്നാളോ, മനോരമയിലെ ഇന്നാളോ, ന്യൂസ് 18 കേരളയിലെ ഇന്നാളോ? അപ്പൊ അവരൊക്കെ നമ്മുടെ ആളുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സി എ റൌഫ് പറഞ്ഞത്, നമ്മുടെ പോക്കറ്റിൽ കനമുള്ളിടത്തോളം കാലം മാധ്യമ പ്രവർത്തകരൊക്കെ നമ്മൾ ചൂണ്ടുവിരലിൽ നിർത്താൻ പറ്റുമെന്ന. അപ്പൊ ഇവരുടെ പോക്കറ്റിലുള്ള പണം, പിന്നെയാണ് അരിയണ്ണന്റെ കാര്യം, ശരിയാണ്, പണം വാരി എറിഞ്ഞാൽ പണത്തിനു മീതെ ഒരു മാധ്യമ പ്രവർത്തകരും പറക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ സ്വർഗവും മാറും മോറും ഡാഷും ഒക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ പരസ്പരം തമ്മി തല്ലിപ്പിക്കാനും കൊല്ലിക്കാനും വേണ്ടി മാത്രം ഒരു മതം, ഇതിന്റെ പേരെന്താണ്? സമാധാനം. ആർക്കാ സമാധാനമുള്ളത്? ഇവർക്ക് സമാധാനം ഉണ്ടോ? ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇസ്ലാമിൽ സമാധാനമില്ല. ആർക്കാ സമാധാനമുള്ളത്? ഇവർ പരസ്പരം തമ്മി തല്ലി കീറല്ലേ? BJP എതിർക്കുന്നതിന് വേണ്ടിയാണോ സിറിയയിൽ ഐസിസ്? അതിനുവേണ്ടിയാണോ പിന്നെ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ജയ്ഷെ മുഹമ്മദ് എത്രയുണ്ട്?
ഏത് തന്തയ്ക്കാണ് ജനിച്ചതെന്ന് പോലും യാതൊരു നിശ്ചയവുമില്ല. അങ്ങനെ നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടാക്കി ഇവര് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക, ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക, ഇത് മൊത്തം പടച്ചവന്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊല്ലുന്നവനും ചാവുന്നവനും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിഭാഗം ലോക മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഭീഷണിയാണ്. സംശയം. മുന്നൂറിലധികം, അതെ, 300-ലധികം തീവ്രവാദ സംഘടനകൾ. ആ മുസ്തഫ, 300-ലധികം തീവ്രവാദ സംഘടനകളെ പ്രതിരോധിക്കാൻ ഞാനെങ്കിലും വേണ്ടടാ, ഞാൻ ഒരാളെങ്കിലും വേണ്ടടാ. സലീമെ ഉമ്മായ വിളിക്കുന്നതാണോ മോനെ വെടിയുന്ന്? ഓ, പാപ്പ വെടിവെക്കാൻ പോയപ്പോ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതായിരിക്കും അല്ലേ? നന്നായി മുറിയ, അടിപൊളി. എടാ നാറി, എന്നെ തന്തയ്ക്ക് വിളിച്ചാ ഞാൻ നിന്റെ കുഴി കിടക്കുന്ന തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിനക്ക് ഇവിടെ നിന്ന് മര്യാദ കിട്ടും. ടേക്ക് റെസ്പെക്ട്, അല്ല ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നിനക്ക് മര്യാദ ഇവിടെ തന്നാൽ നിനക്ക് കിട്ടും മര്യാദ. അതല്ലെങ്കിൽ അട്ടിച്ച് മണ്ട ഞാൻ പൊളിക്കുന്ന അറിയും. മീഡിയയെ മുഴുവൻ അവർ വിലക്കെടുത്തിരിക്കുകയാണെന്നുള്ളത് വളരെ വളരെ കാലമായിട്ട്. സിസ്റ്റർ എന്ന് ഉറക്കെ പറയണേ. ഓക്കെ, അല്ല, മീഡിയ മുഴുവൻ ഇവര് വിലക്കെടുത്തു എന്നുള്ളത് കാണാൻ ഒരു പ്രയാസവും. ഈ മാതൃഭൂമി പത്രം എന്നൊക്കെ പറഞ്ഞ പണ്ടൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതും, മനോരമ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ സൈഡിൽ നിന്നുള്ളതാണെന്നൊക്കെയുള്ള ഒരു 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 വ്യാജ ചിന്ത ഉണ്ടായിരുന്നു. വ്യാജമായിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ ഏത് ന്യൂസ് പേപ്പർ ആകട്ടെ, ഏത് മീഡിയ എടുത്താലും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സത്യമായിട്ട് വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യമുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര നാണം കെട്ട ഒരു മീഡിയയാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലും പല മീഡിയയും അങ്ങനെ തന്നെ. എത്ര ബ്ലാറ്റന്റ് ആയിട്ട്, അതായത് യാതൊരു ലജ്ജയുമില്ലാതെ മെയിൻ വാർത്തകളെ, ലോകത്തിൽ നടക്കുന്ന വാർത്തകളെ എല്ലാം വളച്ചൊടിച്ച് അല്ലെങ്കിൽ അതിനെ തമസ്കരിച്ച് കേരളത്തിലെ മലയാളം മാത്രം വായിക്കുന്ന, മലയാളം മാത്രം അറിയാവുന്ന ഒരു വലിയ സമൂഹം, അവർക്ക് യാതൊരു വിധത്തിലുള്ള ന്യൂസും ഇന്നില്ല. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കിയ ഒരു കിച്ചടി, പലസ്തീന് വേണ്ടിയുള്ള കള്ളക്കണ്ണീര്. അപ്പൊ പലസ്തീനിന്റെ ഫണ്ടിങ് പോലും ഇവിടെ കിട്ടുന്നുണ്ടെന്ന രീതിയിൽ നമുക്ക് വിചാരിക്കേണ്ടി വരും. എന്തൊരു വ്യാജ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യാജം മാത്രം, എല്ലാ നിലയിലും വ്യാജം വ്യാജം വ്യാജം. സിസ്റ്ററെ, അതിനെ ഒരു പരിധി വരെ കാരണക്കാര് നമ്മളാണ്. നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ഭരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കാൻ പറ്റാതെ നമ്മൾ ആള് നോക്കിയും മുഖം നോക്കിയും നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കണ്ടേ? നമ്മൾ വിതച്ചതാണ് ശരിക്കും നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതായത് കണ്ട അണ്ടനും അടകോടനും ഒക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞൊരു ഡയലോഗ് ഏതോ സിനിമയില് എന്ന് പറഞ്ഞ പോലെ, ഈ കണ്ട അണ്ടനും അടകോടനുമേ ഉള്ളൂ. ഈ അണ്ടനും അടകോടനുമാര് മാത്രമാണ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മളും കഴുതകളായി കഴുതകളെ തെരഞ്ഞെടുപ്പിക്കാൻ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഈ തീട്ടക്കുഴിയിലേക്ക് എന്തിനാ ചാടുന്നത്? കാരണം നന്നായിട്ട് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി പോലുമില്ല. ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് മാനം മര്യാദയൊക്കെ ഉണ്ടാവണ്ടേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കേരളത്തില് ഒരുത്തനെ താഴ്ത്താൻ വേണ്ടി ഒരു രാഹുൽ മാങ്കൂട്ടം എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി കുറെ പെണ്ണുങ്ങൾ ഇറങ്ങുക. ഇനി കുറെ പെണ്ണുങ്ങൾ ഇറങ്ങും. ഇനി കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിച്ചു, അവൻ എന്നെ നോക്കി വിങ്കടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇനി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഒരു അല്പമെങ്കിലും ഒരു
മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന എന്തെങ്കിലും, എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം നന്നായി പെർഫോം ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഇറക്കിയിട്ട്, അതെ. ആ സ്ത്രീയെ ഇറക്കിയതോ പോട്ടെ, അവൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കും. ഈ വിനു ജോൺ വരെയൊക്കെ ഇരുന്നുകൊണ്ട് അവളെ പ്രദീപ് വെച്ചുകൊണ്ടുള്ള നമസ്കാരം. ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ വിനു വി അല്ല ജോൺ ഒക്കെ സിസ്റ്ററെ, നിങ്ങൾ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്ത് അത്രയും മോശമല്ലാത്ത ഒരു മനുഷ്യനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അയാള് മോശമാണോ അല്ലയോ എന്നുള്ളതല്ല. ആണ് ഈ സിസ്റ്ററെ. രാഷ്ട്രീയക്കാർ ഏതെങ്കിലും ക്ലീൻ ആയിട്ടുണ്ടോ? ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്രം സ്വന്തം കണ്ണി തോന്നിയിരിക്കുമ്പോ അങ്ങ് പറയുന്നത്. അങ്ങ് അല്ലല്ല, പറയുന്നത് രാഹുൽ മാങ്കൂട്ടം മോശം തന്നെയാണ്. അവനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആയിക്കോട്ടെ ഷാഫി പറമ്പനുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അല്ല, അങ്ങ് പറയുന്നതിനകത്ത് ഒരു തെറ്റുണ്ട്. അല്ലല്ല, ജാമ് ഞാൻ പറഞ്ഞതിന് ഇടയ്ക്ക് കയറണ്ട, ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരുത്തന്റെ കണ്ണിൽ കോലിരിക്കുക മറ്റവന്റെ കണ്ണിലെ കരടെടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഈ നമ്മുടെ കേരളം ഭരിക്കുന്ന സാദിഖെ സൈക്കോ മുഹമ്മദിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിൽക്ക് പോവല്ലേ. കൊലക്കുറ്റ കേസ് വരെ സൈക്കോ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. 35 തവണ എങ്ങാണ്ട് ഒരു മോഷണ കേസ്. രാവിലെ പറയുന്നത് തീർക്കട്ടെ, എന്ത് ജാമ്യത്തില് പറയുന്ന കാര്യം വളരെ മോശമായ കാര്യം തന്നെ. അത് അങ്ങ് പറഞ്ഞാലും ഞാൻ ആര് പറഞ്ഞാലും പെണ്ണ് പിടിക്കാന്ന് പറയും. അതുപോലെ ഇടയ്ക്ക് തന്നെ കയറി സംസാരിക്കണോ ജാമ്രതരെ? ഇടയ്ക്ക് തന്നെ കയറി സംസാരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ നമ്മുടെ നാട്ടില് ഒരു നല്ല ഒരു പാർട്ടി, അതായത് ജനങ്ങളെ സേവിക്കാനും സ്വന്തം കുടുംബത്തെ സേവിക്കാനുള്ള അത് ഏതൊരുത്തനാ ഉള്ളത്. അവന്മാരുടെ ഇടയിൽ തന്നെ ഈ തൊഴുത്തിൽ കുത്ത് എന്ന് പറഞ്ഞ പരിപാടി. ഞാൻ പറഞ്ഞു വന്നത് ഒരു രാഷ്ട്രീയത്തിൽ പോയിട്ട് ഒരു നല്ലൊരു ആയിരിക്കണം. സകലവിധ മ്ലേച്ഛതരങ്ങളും ചെയ്യുകയും പണം ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയ അവരിങ്ങനെയൊക്കെ ചെയ്തവരാണെന്ന് ശരിക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അതൊന്നും ഇല്ലല്ലോ. അതൊക്കെ പണ്ടേ തീർന്നു പോയി. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഞാനതാ പറഞ്ഞത്, കള്ളം, വഞ്ചന. സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് സകലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ഉണ്ടാക്കുക. ഇത് സ്ത്രീകളെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞോണ്ടിരുന്ന കാര്യം ഞാൻ ജാമ്യത ടീച്ചറോടാണ് പറഞ്ഞോണ്ടിരുന്നത്. അത് കുഴപ്പമുണ്ടോട്ടെ, ഞാൻ പറയുന്നതെല്ലാം ഒരു മിനിറ്റ് ബ്രദറെ, ഞാൻ പറയുന്നതെല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ, ഒന്ന് സഹിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കാപട്യം എന്ന് പറഞ്ഞത് പരക്കെ എല്ലാ നിലയിലും, അതായത് രാഷ്ട്രീയത്തിന്റെ കാപട്യം. അപ്പൊ ജനങ്ങളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയം, അതുപോലെ മീഡിയ, പ്രസ്. ഇതിൽ ഇത്രയധികം 100% കാപട്യമാണ്. മനുഷ്യരെങ്ങനെയാണ് എങ്ങനെ ജീവിച്ചു പോകും? മോഷണം, പബ്ലിക് മുതൽ മോഷ്ടിക്കുക, അതാണ് രാഷ്ട്രീയക്കാരുടെ മെയിൻ. മീഡിയയുടെ മെയിൻ എന്താണ്? ആര് ഞങ്ങൾക്ക് അങ്ങനെയായാൽ ഈ ലോകം എങ്ങോട്ട് പോകും? ഓരോ സ്റ്റേറ്റിലും ഇതാണ് സ്ഥിതി. എങ്ങനെ പോകും? സാധാരണ മനുഷ്യർ എന്ത് വിശ്വസിച്ചില്ല ഈ നാട്ടിൽ? സ്കൂള്, കോളേജ്, എവിടെ ചെന്നാലും ഡൊണേഷൻ കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. ഒരു ജോലിക്ക് വേണമെങ്കിൽ ഇവിടെ പഠിച്ച അഭ്യസ്തവിദ്യരായവരൊക്കെ എത്ര കാലമായിട്ട് PSC പാസ്സായിട്ട് ലിസ്റ്റിൽ പേര് വന്നിട്ട് ഇങ്ങനെ കിടന്ന് അവരെത്രയാ കഷ്ടപ്പെട്ടത്. മുട്ടിലിഴിഞ്ഞ മത്സരം, പട്ടിണി കിടന്ന മത്സരം. എന്നിട്ട് ആര് കേൾക്കുന്നു? ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട മീഡിയ. കയ്യും കൂപ്പി നിൽക്കുക ഭരണകക്ഷിയുടെ മുമ്പിൽ. അവർക്ക് എന്തെങ്കിലും മിഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അവർ തൃപ്തിയായി. വല്ലാത്ത ഒരു ഭീതിപ്പെടുത്തുന്ന, അതിനിടയ്ക്ക് ഈ ഇസ്ലാമിക തീവ്രം.
അവന്മാർ ഇതിന്റെ എല്ലാ ഇടയ്ക്ക് കയറി എല്ലാവരുടെയും പോക്കറ്റിൽ പൈസ ഇട്ട് അവന്മാർക്ക് വോട്ട് തരും, ഞങ്ങൾ വോട്ട് തരും, നിങ്ങളെ ജയിപ്പിക്കും, എന്ത് വൃത്തിയോടും അവർക്ക് ചെയ്യും. എന്താ പറയാ, എനിക്ക് ആലോചിക്കുമ്പോ മുമ്പോട്ടുള്ള കാര്യം നമ്മുടെ കർത്താവിന്റെ ഒരു പ്രോമിസ് മാത്രമേ നമുക്ക് മുമ്പോട്ട് നോക്കാനൂ. കർത്താവ് പറഞ്ഞ ഒരു പ്രോമിസിൽ മാത്രം നമ്മള് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ മീഡിയയോ ഈ ഗവൺമെന്റോ ആരും നോ ബഡി ഈസ് ദർ ടു ഹെൽപ്പ് ഓർ സേവ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ജാമ്രത്. ഓക്കെ, പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ബഹുമാനം വളരെ മോശമായിട്ട് ഇല്ലാതായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിന് അത് അവൻ ഈ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. അവന് ചെറുപ്രായത്തിൽ തന്നെ അവന് കിട്ടിയ ആ ഒരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ പേരിൽ അവൻ ഒരുപാട് കാര്യം എനിക്ക് നേരിട്ട് അറിയാൻ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഉണ്ണികൃഷ്ണനോ പരവും കിടന്ന് അടികൊണ്ടതോ ഉണ്ണികൃഷ്ണന്റെ അടി പറയാനില്ലല്ലോ. അത് ഞാൻ പറയാം എല്ലാവരും മ്യൂട്ട് ചെയ്യോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനകത്ത് ഈ അന്ന് പറഞ്ഞ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് എന്താ പറഞ്ഞാൽ അവരെ പിന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു, പിന്നെന്താണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. ഇതൊക്കെ ഇത് ഏതാണ്ട് 2023 കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചതെന്നാണ് അവർ വന്ന് വന്നത്. ആക്ച്വലി ഇവർക്ക് നീതിയാണ് വേണ്ടതെങ്കിൽ, അതായത് ഒരു ജസ്റ്റിസ് ആണ്, അതായത് ഇയാളിൽ നിന്നൊരു പാരിതോഷികമാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് വേണ്ടതെങ്കിൽ, ഒരു എന്താ പറയാ ഒരു കോമ്പൻസേഷൻ ആണ് വേണ്ടതെങ്കിൽ ഇവർ പോകേണ്ട അങ്ങോട്ടേക്ക്. ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറയാനല്ല വന്നിരിക്കുന്നത്. അവർ ഈ രാഷ്ട്രീയത്തിൽ വരുന്നവർ അവരുടെ സ്ഥാനമാനങ്ങളും കൊണ്ട് അവർ ഒത്തിരി കാര്യങ്ങൾ അവര് ഇതൊക്കെ നമ്മൾ ഇവിടെ പറയുന്നത്. അല്ല, സംഭവിക്കുന്നതോടെ നീ ഓക്കെ. എനിവേ ഐ ജസ്റ്റ് വാണ്ട് ടു I have a question to you. Okay, Mr. Chinya. Okay. രാഹുലിന്റെ ഇഷ്യൂ ആണ്. രാഹുല് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല. രാഹുൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോയി നമുക്കതിലേക്ക് പോണ്ട. നമ്മുടെ വിഷയം വേറെയാണ്. നമുക്ക് വിഷയ സംബന്ധമായിട്ട് മാത്രം സംസാരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വിഷയത്തോട് 100% നീതി പുലർത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദം നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ എത്രയോ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അസ്ലം, മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിനക്കിവിടെ നിന്ന് സംസാരിക്കാം. എന്നെ പേടിപ്പിക്കാനുള്ള ഗഡ്സ് ഒന്നും നിനക്കില്ല മോനെ, കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് വിഷയത്തെ സംബന്ധിച്ചിട്ട് സംസാരിക്കുവാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. അതല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത നടപടി എടുക്കും, കേട്ടോ. വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ 2 ഇസ്ലാമിക സംഘടനകളെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കണം. കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും കൈവെള്ളയിൽ കൊണ്ടുപോയി ഈ കേരളത്തിന്റെ അധികാരം ഒന്ന് വച്ചു കൊടുക്കുന്നതോടുകൂടി പിന്നീട് നമ്മൾ ആരാ? അങ്ങനെ ജനാധിപത്യപരമായി ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇവിടെ ഇരുന്ന് മതരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ, അവരെ എന്തിനാ തീവ്രവാദ സംഘടനകൾ എന്നൊക്കെ മ്ലേച്ഛമായിട്ട് പറയുന്നതല്ലേ? എന്ത് മോശമാണ് പറയുന്നത്. SDPIയും PFIയും മതേതര സംഘടനകളല്ലേ? മുസ്ലിം ലീഗ് മതേതര സംഘടനയല്ലേ? അവരെ തീവ്രവാദികളെന്നൊക്കെ ചിത്രീകരിക്കുന്ന ഹൈക്കോടതി. അന്യമതസ്ഥരെ പോലെ തന്നെ സർക്കാരുകളുമൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യും? മതം വിട്ട ആളുകൾ ഈ തീവ്രവാദത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ കോടതിയും ചെയ്താൽ എന്തോ ചെയ്യും?
ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സുരക്ഷാ കവചമാണ് കേരള സർക്കാർ ഒരുക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസികളെ പ്രീണിപ്പിക്കേണ്ടത്? ഇതാണ് കേരളത്തിന്റെ അവസ്ഥയെങ്കിൽ യു പിയിൽ ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഉത്തരാഖണ്ഡിൽ പറ്റുമോ? അസമില് ബുദ്ധിമുട്ടായി പോകും കേട്ടോ. ഈ രൂപത്തിൽ മ്ലേച്ഛമായിട്ടുള്ള കോടതി വിധികളെ ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ എതിർക്കണം. പോപ്പുലർ ഫ്രണ്ട് ഇവിടെ വേണ്ടേ? സിമി ഇവിടെ വേണ്ടേ? SDP ഇവിടെ വേണ്ടേ? മുസ്ലിം ലീഗ് ഇവിടെ വേണ്ടേ? ഒരു വാരിയംകുന്നൻ ഇവിടെ വേണ്ടേ? ഒന്നുമല്ലെങ്കിൽ യഹിയ സിൻവാറിന്റെ തല നെതന്യാഹു തെറിപ്പിച്ചപ്പോൾ ഒരു ജൂനിയർ നെതന്യാഹു ഇവിടെ വേണ്ടേ? ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കണം. കേരളത്തിൽ ശരീഅത്ത് നിയമം വരട്ടെ. ആന്നേ ജനഗണമനയൊക്കെ നബിയേ നബി 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 നബിയേ എന്ന് പറയണം. നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിനങ്ങൾ വിചാരിച്ചതുപോലെ പ്രവാചകന്റെ അവധാനതകൾ വരട്ടെ. അപവാദങ്ങളല്ല കേട്ടോ, എല്ലാ പാഠപുസ്തകങ്ങളിലും വരട്ടെ, പഠിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി ചരിത്ര പുസ്തകത്തിൽ 9ാം ക്ലാസ്സിൽ ഈ ഓണപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചത് കണ്ടില്ലേ? ഹമാസിന്റെ ചിത്രം. ആഹാ, അടിപൊളി. ലഷ്കർ ഇ തൊയ്ബയുടെ ചിത്രം. ആഹാ, ഒരു തോക്ക്, 2 വാള് ക്രോസ് ആയിട്ട് വരുന്നു. തോക്കിൽ നിന്ന് ഇങ്ങനെ വെടിയുണ്ടകൾ വരുന്നു. ആ വെടിയുണ്ട വന്ന് ഏൽക്കുന്നത് മൊസാദിന്. എന്ത് കൃത്യമായൊരു എന്താവിഷ്കാര സ്വാതന്ത്ര്യം കുട്ടികളുടെ കലയും ഭയങ്കരമാണ്. അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആന്നേ ഇപ്പോ തമിഴ്നാട്ടിലെ സ്കൂളുകളൊക്കെ അഡൽസ് ഉള്ളിയാക്കി മാറ്റും. ഇനിയിപ്പോ നബിയുടെ കഥകളല്ലേ പഠിപ്പിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെയൊക്കെ ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യണം, അല്ലേ? ഈ 2 മഹാമാരികളുടെയും ഉത്ഭവ കേന്ദ്രം കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP ഒക്കെ അവർക്ക് പൂമാലയിട്ട് അവർക്ക് അധികാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കാര്യം. ഇന്ന് ലോകത്ത് ഇവരെ എതിർക്കാൻ ചങ്കൂറ്റമുള്ളത് നെതന്യാഹുവിന് മാത്രമാണ്, ഇസ്രായേലിന് മാത്രമാണ്. ലോകത്ത് ഇന്ത്യക്കകത്താണെങ്കിൽ യോഗി ആദിത്യനാഥിന് യാതൊരു സംശയമില്ല. അവനിനി ഏത് കൊടികെട്ടിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ രാഷ്ട്രീയ പ്രമുഖനാണെങ്കിലും ശരി, യോഗിയുടെ മുമ്പിൽ അവൻ കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളി തന്നെ, ഒരു സംശയം. ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നെതന്യാഹു തന്നെ വേണം. കാരണം അദ്ദേഹം ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തിയാണ്. ശരീഅത്ത് നിയമത്തിന് പകരം ആഗോളതലത്തിൽ വരേണ്ടത് യഹൂദ ഭരണമാണ് എന്ന് ഞാൻ പറയും. എന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം തുറന്നു പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരുടെയെങ്കിലും റാൻമൂളികളായിട്ട് നിലപാടില്ലാത്ത വ്യക്തിയല്ല. ലോകത്തു വരേണ്ടത് നെതന്യാഹുവിന്റെ ഭരണമാണ് എന്ന് ഞാൻ പറയും. തീവ്രവാദത്തെ മുളയിലേ നുള്ളണം, ഭീകരവാദികളെ നുളയിലെ കമ്പി പഴിപ്പിച്ച് കയറ്റി തന്നെ കൊണ്ടുവരണം. ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവനും വൈറസിനെ വ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാമിന്റെ വളർച്ചയെ തടയാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും UN കൗൺസിലിനും പോലും കഴിയില്ല എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രക്ഷോഭങ്ങളുമായിട്ട് ഇവരിറങ്ങി തിരിച്ചു. UN കൗൺസിലിന് പോലും പറ്റില്ല അല്ലേ? ശരിയാണ്. ആ തീവ്രവാദം, ആ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ച പടച്ചവന്റെ പദ്ധതിയാണ്. ആന്ന് പടച്ചോൻ കണ്ടെത്തിയ മാർഗമാണത്. നിയമപരമായി ഇതിനെ നിരോധിച്ചാൽ, സിമിയെ നിരോധിച്ചില്ല എന്തൊരു പുതിയ സംഘടന, അതേ പ്രസ്ഥാനം തന്നെ കൂടുതൽ ശക്തമായി നിലനിൽക്കും, സംശയമില്ല. ഹൈക്കോടതി ആരായി? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നരേന്ദ്രമോദി സർക്കാർ ആരായി? ഇവർക്ക് ഇവിടെ വളർന്നു വരാൻ ഫാക്ടറികൾ ഉണ്ടെന്നേ. മദ്രസകൾ പൂട്ടാൻ, മദ്രസകളിൽ ഒരു കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്യാൻ, മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓഡിറ്റ് ചെയ്യാൻ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ സെർച്ച് ചെയ്യാൻ, കണ്ടെത്താൻ ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ? ഇല്ല. ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം അത്രമാത്രം ശക്തി പ്രാപിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ. അതാണ് മത തീവ്രവാദികളെ നോക്കിയും കണ്ടും മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ.
ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു ഈ കേരളത്തിൽ. പടച്ചവൻ തന്നെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചത് കൊണ്ട് ഒരു കോടതിക്കും കഴിയില്ല അതിനെ തടയാൻ. അതിനുള്ള കരുത്തൊന്നും ജനാധിപത്യ ഭരണരീതിക്ക് ഇല്ല. നാളെ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറ്റൻറി ആയിട്ട് പറയാനും പറ്റില്ല. നിയമ സംവിധാനങ്ങളും കോടതികൾ ഭരണകൂടങ്ങൾ പോലും അള്ളാഹു നിയന്ത്രിക്കുന്നു എന്നാണ് ഇവര് പറയാം. ആന്നേ, പേ പിടിച്ച പട്ടിയെ നിയന്ത്രിക്കാൻ പറ്റുമോ? എങ്ങനെയാ തീവ്രവാദത്തെ നിയന്ത്രിക്കുക? ഒരു ഭരണഘടനയ്ക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത, ഒരു നിരോധനത്തിനും തിരുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള വൈറസ് ആണ് ഇസ്ലാമിക തീവ്രവാദം. പടച്ചവന്റെ പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമും ഇസ്ലാമിക തീവ്രവാദവും അതിശക്തമായ രൂപത്തിൽ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ യഹൂദന്മാർക്കറിയാം. ദാരിദ്ര്യമുള്ള മേഖലകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് ചെറിയ പ്രായത്തിലെ തീവ്രവാദം പഠിപ്പിച്ച് ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാക്കി അവരെ വിടുന്നു. അതിനൊരു കോടതിയും എതിർക്കരുത്. പടച്ചോന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടല്ലേ അവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവര് ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും ആക്കി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അവരുടെ കയ്യിൽ, ഖുർആനുണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് അതും കൊണ്ടാണ് ഇവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ ജൂതനെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ എതിർക്കണമെന്ന് അവർക്ക്. ഇസ്രയേലിനെതിരെ തയ്യാറെടുക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ റഷ്യൻ കൂട്ടുകെട്ടിനെ ആകാംക്ഷയോടുകൂടി അല്ല നെതന്യാഹു നോക്കുന്നത്, അവഗണനയോടെ, അവജ്ഞയോടെ, പൂച്ചത്തോടെയാണ്. പടച്ചോന്റെ നിയമമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ, പടപ്പുകളുടെ നിയമമായിട്ട് ഞങ്ങൾ ഇറങ്ങും. അപ്പോ ജൂതന്മാർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ലോകത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ ലിംഗം ഉപയോഗിച്ചിട്ട് എങ്ങനെ ജനറേഷൻ വർദ്ധിപ്പിക്കാം, എങ്ങനെ എണ്ണപ്പെരുപ്പം ഉണ്ടാക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 4ഉം 5ഉം കെട്ടി എങ്ങനെ ബയോളജിക്കലി നമ്മുടെ ഇസ്ലാമിനെ വളർത്താം എന്നാണ് ഇവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ് 58 ഇസ്ലാം രാജ്യങ്ങളിൽ 50 ദരിദ്ര രാജ്യങ്ങൾ തന്നെയാണ്. അഭയാർത്ഥികളായിട്ട് ഓരോ വർഷവും യുദ്ധങ്ങളും കെടുതികളും കലാപങ്ങളും ഒക്കെ വന്നിട്ട്. സ്വാലിഹ എന്താ പഠിക്കേണ്ടത്? എന്താ പഠിച്ച് സംസാരിക്കാൻ പറയുന്നത്? എന്താ പഠിക്കേണ്ടത്? റെനി നമ്മുടെ നമ്പർ ഒന്ന് ഇട്ട് കൊടുക്ക. രഞ്ജിനി വിളിച്ച് നമ്മളെ ഒന്ന് പഠിപ്പിക്കട്ടെ, പറഞ്ഞതിൽ എന്താ തെറ്റെന്ന്. എടാ, ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നും അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് അവരിൽ നിന്നും ടാക്സ് വാങ്ങി ഇസ്ലാമാക്കി മാറ്റണമെന്നും ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ പറഞ്ഞതാ. ആ ഖുർആനിന്റെ നിയമപ്രകാരമാണ് ഇവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോ അതെ അതെ, ശരിയാണ്. ശരി ആലോയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സംശയവുമില്ല. ഗാസയ്ക്ക് പിന്തുണ നൽകി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇസ്രായേൽ നിർമ്മിത പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായിട്ട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഏത് ഫിർഔന്റെ ബോഡിയാണ് നജാസെ അവിടെ ഇരിക്കുന്നത്? എന്തറിഞ്ഞിട്ടാണ് നീയൊക്കെ ഈ പറയുന്നത്? ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെ എന്ന് പറയുന്ന KT ജലീലിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഒരു ഓഡിയോ കാസറ്റ്. റോയൽ മമ്മി ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഫറോവയുടെ ചിത്രമാണെന്ന് നിന്നോടൊക്കെ ആരാ പറഞ്ഞത്? ഫറോവയുടെ റിയൽ ബോഡിയാണെന്ന് നിന്നോടൊക്കെ ആരാ പറഞ്ഞത്? മറന്നുപോയി. എന്താണെന്ന് ഞാനേ ഈ ബല പിടിച്ചതിനെ ഓർക്കാറില്ല, അതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് ഞാൻ എടുത്തു തരാം, എന്തെങ്കിലുണ്ട്. യസൂമൂനക്കും സുഅൽ അദാബല്ല.
ചൈന യൂനസ് ആണ്, യൂനസ്. فاليوم ننجيك ببدنك لتكون لمن خلفك آية. ശരിയാടാ, എന്നറിയോ? അൽയൗമ, ഇന്നേ ദിവസം, നുനജ്ജി, നിന്നെ രക്ഷപ്പെടുത്തി എന്നാടാ പറഞ്ഞത്. ബിബദനിക, ശരീരത്തോടെ. അപ്പോ ഫിറഔൻ ചത്തോ അതോ ഫിറഔൻ ജീവിച്ചിരിപ്പുണ്ടോ? അതോ അവന്റെ ബോഡി തന്നെ അള്ളാഹു എടുത്തു കൊണ്ടുപോയി ഈജിപ്തിലെ റോയൽ മമ്മി ഹാളിൽ വെച്ചിട്ട് നിനക്കൊക്കെ ഒരു ദൃഷ്ടാന്തമാണ് കേട്ടോടാന്ന് പറഞ്ഞു. എടാ ശരി പോട്ടെ, ഫിറഔന്റെ ബോഡി രക്ഷിച്ച പടച്ചോൻ എന്താടാ മമ്മദണ്ണന്റെ ബോഡി അവിടെ കിടന്ന് ചീഞ്ഞു നാറുന്ന രൂപത്തിലേക്കാക്കിയത്? ജീവിച്ചപ്പോഴും അയാള് ചീഞ്ഞു നാറി, ചത്തിട്ട് ശവവും ചീഞ്ഞു നാറി. ശരി, ആരൊക്കെയോ എടുത്ത് മണ്ണിനടിയിലാക്കിയിട്ട് ഇപ്പോഴും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുവല്ലേ, അല്ലേ? മോഹൻദാസ് സംസാരിക്കാം. എന്താ മോഹൻദാസ്, നീ വിഷയ സംബന്ധമായിട്ടാണെങ്കിൽ സംസാരിക്കാം. നജാസ് ഓടി വന്നതാ ഫിറോന്റെ ബോഡിയുമായിട്ട്. മമ്മദണ്ണന്റെ ബോഡി തന്നെ കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ചീഞ്ഞു. അമോണിയം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തില് അട്ടയും പുഴുവും ഈച്ചയും ഒക്കെ അരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതെ, അപ്പം നിൽക്കട്ടെ. ഇസ്രയേലിന്റെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ആഹ്വാനം ഈ കേരളക്കരയിൽ വന്നു. കേട്ടോ, കേൾപ്പിച്ചു തരാം കേട്ടാ. ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്രയേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം. സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ പരിശോധിക്കാനും ഒക്കെ പ്രത്യേക ആപ്പ്. ബഹിഷ്കരണം സംബന്ധിച്ച് മദ്രസകളിൽ പ്രത്യേകം ക്ലാസുകൾ നൽകണമെന്ന നിർദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ വി റോർ ഫോർ ഗ്രാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കേട്ട ശേഷം അനഘയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിന്റെതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും, വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. നമുക്ക് അവിടെ സാധ്യമാവുന്ന രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ സാധ്യമാവുന്ന രീതിയിൽ മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ കോഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക, നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ നിന്ന് ധാർമ്മികതയുടെ പാഠമായി ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും ഇസ്രായേൽ സാധനങ്ങൾ ബഹിഷ്കരിക്കാൻ വിചാരിച്ചിരിക്കുന്ന ഇവർ ആദ്യം ഉപേക്ഷിക്കേണ്ടുന്ന ചില മെഡിസിനുകളുണ്ട്. ഇവർക്കത് അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ വീഡിയോ. ഇവർ എക്സ്റേ എടുക്കുമോ എന്നറിയില്ല. ഇവരെ ക്യാൻസറിന്റെ മെഡിസിൻ ഒന്നും ഇവർ ഉപയോഗിക്കരുത്. ഇവിടെ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണത്. ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ എല്ലാത്തിനെയും സംബന്ധിച്ച് ഇതിനകത്തില്ലെങ്കിലും അത്യാവശ്യം വേണ്ടതെല്ലാം അതിനകത്തുണ്ട്. നമുക്ക് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ നമുക്ക് ബഹിഷ്കരിക്കണ്ടേ? അതിവര് മൈക്കൊക്കെ ഉപയോഗിച്ചിട്ടാ പറയുന്ന കേട്ടോ. അത് വാട്സപ്പിലൂടെയാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. വാട്സപ്പിലൂടെ ഇവർ പഠിപ്പിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയാണ് ഇതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു സമാധാനമാണ്. അപ്പോൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുമ്പോഴേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ, ഞാൻ എടുത്തു തരാം. ന്യൂസ് കൊച്ചിനെ ഞാൻ മറന്നു. ഒരു ഉസ്താദാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം നമുക്ക്. കാരണം ഇവരെ ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്
വലിയ രൂപത്തിൽ ഈ രാജ്യത്തിന്, ഇസ്രായേൽ എന്ന രാജ്യം നിലനിന്ന് പോകുന്നത് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആദ്യം ഇവര് ഇന്റർനെറ്റ് ബഹിഷ്കരിക്കട്ടെ. വാട്സപ്പ്, ഇവരെവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഗൂഗിൾ മാപ്പ്, കാറിന്റെ ഒക്കെ ചില പാർട്സുകളുണ്ട്, എക്സ്റേ, ECG പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എവിടെയായിരുന്നു ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ന്യൂസ് ഓർമ്മ വന്നു, പക്ഷേ ലോകത്ത് മുഴുവനും ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതമാണ് ഇതെന്ന് പറയണം. എന്നിട്ട് ഇവരെ ഓരോരോ പ്രോഡക്റ്റുകൾ വീതം എടുത്ത് കാണിക്കുവാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടത്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ എടുത്തെടുത്ത് കാണിക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ വീഡിയോ, അത് എവിടെ പോയി? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അത്? ഉദ്ദേശിക്കുന്ന ഒരു ന്യൂസിൽ അത് ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇവര് ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവരെന്തൊക്കെയാണെന്നും പറഞ്ഞ് ഉപേക്ഷിക്കുമെന്നറിയാം. എന്തെങ്കിലും ഇങ്ങനൊരു സാധനം എടുത്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അബ്ദുൾ റഷീദെ, ഉമ്മ ആണോ മോനെ കള്ളി? ഉമ്മ എന്തോടാ കട്ടത്? പലയിടത്തും ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു എന്തോടാ ഉമ്മ ആണോ കള്ളി? ഉമ്മ കള്ളിയാണെന്നൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാമോ? വളരെ മോശമല്ലേ അത്? ഒന്നും അല്ലെങ്കിൽ നിനക്ക് ജന്മം നൽകി എന്നൊരു തെറ്റവര് ചെയ്തില്ലേ? നോക്കട്ടെ. ഇസ്രായേലിന്റെ ബഹിഷ്കരണം. അയ്യോ, ഇതിനിപ്പോ എങ്ങനെ തപ്പിയെടുക്കുന്നു? എക്സ്റേ, ECG, കാറിന്റെ ആക്സസറീസുകള്, ഇന്റർനെറ്റുകള്, എന്തിനേറെ പറയുന്നു, നമ്മൾ ഇടുന്ന പാന്റിന്റെ സിബ് വരെ ജൂതന്മാര് കണ്ടുപിടിച്ചതാ. ഇനി പാന്റിന്റെ വരെ സിബില്ലാതെ നടക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുമെന്നുള്ളതാണ് സത്യം. ഞാൻ എടുത്തിട്ടതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. എച്ചില കാണുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ല. എവിടെയാ കണ്ടത്? ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റഗ്രാമിലാണോ? മഹാത്മ എന്ന് പറയുന്നൊരു ന്യൂസിനകത്ത് ഒരു കൊച്ച് ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു. എന്നാലും വേറെ ആരെങ്കിലും പറയുന്നത് നോക്കാം നമുക്ക്. ആദ്യം ഈ കാക്ക പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. എന്നാലും അമേരിക്കയെ ബഹിഷ്കരിക്കണം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം. കണ്ടില്ല, എന്തായിരുന്നാലും ഞാനത് തപ്പിയെടുക്കുമ്പോഴേക്ക് നിങ്ങൾ ആദ്യം ഇദ്ദേഹം പറഞ്ഞ ഈ ബഹിഷ്കരണത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അപ്പോഴത്തേക്കിന് ഞാൻ മറ്റത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. इस टूल के आने के बाद പരസ്യമാണ്.
പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഇസ്രയേൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം, സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ പരിശോധിക്കാനും ഒക്കെ പ്രത്യേക ആപ്പ്, ബഹിഷ്കരണം സംബന്ധിച്ച് മദ്രസകളിൽ പ്രത്യേകം ക്ലാസുകൾ നൽകണമെന്ന നിർദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ വി റോഡ് ഫോർ ഗാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. നമുക്ക് ആ പ്രതികരണം ഒന്നുകൂടി കേട്ട ശേഷം അനഘയിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ, അതുകൊണ്ടാണ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് ഇസ്രായേലിന്റെ ഉൽപ്പന്നമാണോ അല്ലേ എന്നറിയാൻ നോ താങ്ക്സ് ആപ്പ് നമുക്കറിയാം. ഇസ്രായേലിന്റേതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പറയും, വേണ്ട എന്ന് നമ്മോട് പറയും. അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ബാധ്യത നമ്മളുണ്ട്. നമുക്ക് അതുകൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ സാധ്യമാവുന്ന രീതിയിൽ മാത്രമല്ല, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ കോഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധ ബാധ്യതയാണ് ഈ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക, നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ നിന്ന് ധാർമ്മികതയുടെ പാഠമായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ആ പറയുന്ന ഈ ഉൽപ്പന്നങ്ങളുണ്ട്, മിഠായികളുണ്ട്, നമ്മുടെ കുട്ടികൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇന്ന് ലോകത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം. വീണ്ടും അനഘ ഹർഷനിലേക്ക്. അനഘ പറഞ്ഞു വന്നത് തുടർന്നു. കൃഷ്ണ, അതായത് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാലസ്തീൻ ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചും ഇത്തരം സ്ട്രീറ്റ് വാക്കുകളും ഐക്യദാർഢ്യ സംഗമങ്ങളും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മറവിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഹമാസ് ഇസ്രായേലിന് ചെയ്ത കൊടും ക്രൂരത, ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പോലും കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചുകൊണ്ട് ആ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതാണ്. ഈ നിഷ്ഠൂര കൃത്യം ചെയ്ത ഹമാസ് എന്ന തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും നിലകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അത്തരത്തിൽ തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്രായേൽ ഏത് വിധേയനെയും തകർക്കുക അല്ലെങ്കിൽ ജൂതവിരോധം, അതിന് ഉള്ളിലുള്ള ജൂതവിരോധം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പുറത്തെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഹാരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയോടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നതെങ്കിൽ ആദ്യം അവർ ഈ ഫോൺ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഫേസ്ബുക്ക് കണ്ടുപിടിച്ച മാർക്ക് സുക്കൻബർഗ്, അത് അദ്ദേഹം ജൂതനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഇവർ ആത്മാർത്ഥമായിട്ടാണ് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകുന്നതെങ്കിൽ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ഒരു വ്യക്തിക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം. ഇത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അവരുടെ നിലപാടുകൾ എന്നും ഇത്തരത്തിനൊപ്പമാണ് എന്ന് പറയാൻ കൂടി വേണ്ടിയാണ് ഇത്തരം ആഹ്വാനങ്ങൾ. ഈ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഇവര് സുഡിയോ ബഹിഷ്കരണവുമായി വന്നിരുന്നു. ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? KSRTC ബസ്സിൽ വന്നിട്ടാണ് ടാറ്റയെ ബഹിഷ്കരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു ആഹ്വാനത്തെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് പൊതുസമൂഹം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് ഒരു വില പോലും സമൂഹം കൊടുക്കുന്നില്ല എന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുള്ളിലുള്ള ജൂതവിരോധവും അതുപോലെ തന്നെ എല്ലാ കാലത്തും മത തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുമൊക്കെ സമൂഹത്തിൽ പല രീതിയിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഹ്വാനത്തെ പുച്ഛത്തോടെ, അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ പൊതുസമൂഹം തള്ളിക്കളയുകയാണ് എന്നതാണ് വാസ്തവം. കൃഷ്ണരാജ്, അല്ലെങ്കിലും വിപണിയിൽ കിട്ടുന്ന ഏറ്റവും നിലവാരമുള്ള സാധനങ്ങൾ വാങ്ങാനേ ആളുകൾ ശ്രമിക്കാറുണ്ട്. സ്വാഭാവികമായും അതിനായിരിക്കും അവർ പ്രാധാന്യം നൽകുക. അപ്പോഴാണ് എത്രയോ വർഷങ്ങൾ പിന്നിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർ നടക്കുന്നത്, അല്ലെ? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ ആ സംഗമത്തിൽ, ആ സ്ട്രീറ്റ് വാക്കിൽ ജമാഅത്തെ ഇസ്ലാമിയിലുള്ള മറ്റൊരു നേതാവ്, വെൽഫെയർ പാർട്ടി നേതാവ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ സുഡിയോ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനം SDPI പോലുള്ള ഒരു സംഘടന നടത്തിയിരുന്നു. അത് കൃത്യമായി തന്നെ ആ ആഹ്വാനത്തിന് എതിരെ ആണ് സമൂഹത്തിൽ പ്രചരണം ഉണ്ടായിരുന്നത്. അതായത് സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുത് എന്നൊരു ആഹ്വാനമാണ് SDPI അടക്കമുള്ള സംഘടന നടത്തിയിരുന്നത്. പക്ഷെ ആ പ്രസ്താവന നടത്തിയതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ വലിയ രീതിയിലുള്ള തിരക്ക്, ഇരട്ടിയിലധികം തിരക്കാണ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. ആ ആഹ്വാനവും അക്ഷരാർത്ഥത്തിൽ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൂടി ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത്തരത്തിലൊരു ആഹ്വാനം SDPI പോലുള്ള തീവ്ര സംഘടനകൾ കൊടുത്തിട്ടും അത് സമൂഹം ഒരു വിലയും വെച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആവരുത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആഹ്വാനം എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നലെ വെൽഫെയർ പാർട്ടി നേതാവ് ആ തരത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന കൂടി നടത്തിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ജൂതവിരോധം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിൽ
ഉള്ളിലുണ്ട്. മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നൽകുന്നത്. അതിലേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആഹ്വാനം നൽകുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ല, ഏറ്റവും അധികം അതായത് മതപഠനശാല, മദ്രസ പോലുള്ള മതപഠനശാലയിൽ ചെറിയ കുട്ടികളാണ്, ഒരു 1ഉം 2ഉം ഒക്കെ തന്നെ 4ഉം 5ഉം വയസ്സൊക്കെയുള്ള കുഞ്ഞു കുട്ടികളാണ് മദ്രസയിലുള്ളത്. ഈ മദ്രസയിലെ കുട്ടികൾക്കുള്ളിലേക്ക് ഈ വിഷം കുത്തിയിറക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് എന്നുകൂടി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് മദ്രസ അധ്യാപകർ ഇത്തരത്തിലുള്ള ജൂതവിരോധം അല്ലെങ്കിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള കാര്യങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിനൊരു ആപ്പ് ഉണ്ട്, ഇത്തരത്തിലൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുക, എന്നിട്ട് അത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങളാണോ എന്ന് പരിശോധിക്കുക. ഇത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്നതാണ് ഇന്നലെ ഈ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബ് പൂക്കോട്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്ര സംഘടനകൾ, മുസ്ലിം തീവ്ര സംഘടനകൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. എന്തായാലും ഈ സ്റ്റുഡിയോ ഇത്തരത്തിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമി അതുപോലെ SDPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തിയിരുന്നു. പക്ഷെ അത് അതേപടി പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രസ്താവന അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം ജമാഅത്തെ ഇസ്ലാമിയെ ട്രോളിക്കൊണ്ടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. അതായത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളും ഒക്കെ ജൂതന്റെ ഇസ്രായേലിന്റെ സംഭാവനയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇതുവഴി ഇത് ഉപയോഗിക്കുക എന്ന് കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ ഈ ജൂതവിരോധം ഇസ്രായേലിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ബഹിഷ്കരിക്കുന്നതിലേക്ക് ഇവർ വരണം. മൈക്കടക്കം, ശബ്ദ സംവിധാനങ്ങളടക്കം, മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റുകൾ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ മാപ്പ്, ഇതെല്ലാം ChatGPT അടക്കമുള്ള സംവിധാനങ്ങൾ ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറാകും. എന്നിട്ടാണല്ലോ ഇവര് പറയേണ്ടത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്, മൊബൈൽ ഫോണിലൂടെയാ, വാട്സാപ്പിലൂടെയാ. അതിനകത്ത് തന്നെയുണ്ട് ഇവരുടെ വിവരക്കേട് എത്രമാത്രമുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇസ്ലാം ലോകത്തിനു മുഴുവനും ഭീഷണിയാണ് എന്നുള്ളതാണ്. അപ്പോ ധൈര്യമായിട്ട് ഇനി നിങ്ങൾ ഇരുമ്പ് ജെട്ടികൾ മുറുക്കിക്കോ, കുഴപ്പമില്ല. കാരണം ഇസ്ലാമിന്റെ സ്വർഗം എങ്ങനെയുള്ള സ്വർഗമാണ് എന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടും ഒരു കാരണവശാലും സുന്ദരികളായ പെൺകുട്ടികൾ വഴി നടന്നു പോകുമ്പോ അവരുടെ മാറിലേക്കും മോറിലേക്കും മൂലത്തിലേക്കും ഒന്നും എത്തി നോക്കാൻ നിൽക്കണ്ട. അടി നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വികാരങ്ങളെ അടിച്ചമർത്തിയും ഒതുക്കിയും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ പണി നിങ്ങൾക്ക് പാലും വെള്ളത്തിൽ കിട്ടും, ഓർത്തു വെച്ചോ. അപ്പോ നമുക്ക് തൽക്കാലം പടച്ചവന്റെ പരിശുദ്ധമായിട്ടൊരു സ്വർഗത്തിലേക്കൊന്ന് കടക്കാം. ജീവിക്കണമെങ്കിൽ അടിച്ചും ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചും ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം. ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ചാട് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടാണോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹുവിനെ പേടിച്ചിട്ട് ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. സ്വർഗത്തിൽ പടച്ച വേശ്യാല ഉണ്ടാക്കി കാത്തു നിൽക്കുക. ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർ കൊണ്ട്. മാരണത്തിലൂടെയാണോ അതിന്റെ രസം? അതിലൂടെ അള്ളാഹുവിനുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, മുഴുത്ത മാറിടത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഈ ഉസ്താദുമാരുടെ വഷളുകൾ കേട്ടിട്ട് സുന്ദരികളായ പെണ്ണിന്റെ മാറും മോറും നോക്കി പോകണ്ട, അടി കിട്ടുമെന്ന്. നിനക്ക് രസം, നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരണങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരണമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു സ്വർഗത്തിൽ.
സ്വർഗത്തിലേക്ക് ഇട്ടു. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. നമുക്ക് അത് വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. ഇഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂറുലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞ ഖവാഇ ബാത്രാബ എന്ന് പറഞ്ഞത്? അല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റവാക്കിൽ പരാമർശിക്കുന്നിടത്ത്, ഹൂറുലിങ്ങൾ എന്ന് പ്രത്യേകം പറയാതെ ഒറ്റവാക്കിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഹൂറുലിങ്ങൾ മാത്രമല്ല, ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തിപ്പെട്ട പെണ്ണുങ്ങള് ഹൂറുലിങ്ങളെക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച. അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും. ഖവാഇ ബാത്രാബ എന്ന് പറഞ്ഞാൽ വിഷമിക്കാനില്ലാന്ന്. ദുനിയാവിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ 90-ാമത്തെ വയസ്സിലായിരിക്കും. പെണ്ണുങ്ങളും അവിടെ ഉണ്ടാവുന്നു 16 വയസ്സിൽ. വയസ്സായിട്ടാണോ? അല്ല, സ്ഥലങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, മുതുക് വളഞ്ഞിട്ടില്ല, പല്ല് വീണുപോയിട്ടില്ല. ആ ഓമനത്തം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട് ആ പഴയ ഫാത്തിമക്കുട്ടി അല്ല. ഉച്ചയും കുത്തി മറിയുന്ന ആളുകൾക്ക് പ്രചോദനമാണ്. ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല, പൂർണ്ണമായും ചെഞ്ചിന് വിധേയമായിട്ടാ വരുന്നത്. ഭാഗങ്ങളൊക്കെ ഞാൻ പടച്ചവൻ റേസിസം ഉള്ളവനാണ്. അതുകൊണ്ട് വെളുത്ത സുന്ദരികൾ താൻ പോകുന്നുണ്ട്. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഈ പറഞ്ഞതിൽ ആദ്യമായി സൂറത്തുൽ വാഖിയയിൽ എന്ന് പറഞ്ഞതിന്റെ ആ താല്പര്യം, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട്. കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല. ആ മുത്ത് പൊളിച്ച്, ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ. മറ്റൊരാള് തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ, അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ, വിശുദ്ധമായ മുത്താണ്. മാത്രമല്ല ഒരാള് തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക. പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടി പാറുക, അഴുക്ക് പറ്റിപ്പിടിക്കുക. അത് സുധി, മാറു കുടിച്ചാലും സാരമില്ല, മുലകുടി ബന്ധം സ്ഥാപിച്ചാലും സാരമില്ല, മോറ് കാണരുത്. കളറിന് അതിന്റെ തിളക്കത്തിന് മങ്ങലേൽക്കുക. എന്നാൽ ഒരടക്കം മങ്ങലേറ്റിട്ടില്ലാത്ത തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ അല്ലാഹു തആല പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തത്. ഡേവിസ്, അതെ, സ്വന്തം ഉമ്മയെ 16-കാരിയായി, മാറിടം ഒടിഞ്ഞു തൂങ്ങാത്ത കൗമാരക്കാരിയായി സ്വർഗത്തിൽ കാണുന്ന മകൻ കേറി പിടിക്കാൻ തോന്നുമായിരിക്കും. ഇവരെ കുറിച്ച് പറഞ്ഞു കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല. നീയാണ് ആദ്യമായിട്ട് തൊടുന്നത്, നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത്. അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. എവിടെ? സൂറത്തുർ റഹ്മാനിൽ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഇവരുടെ മുമ്പ്, ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ ജിന്നോ മുമ്പ് തൊട്ടിട്ടില്ല. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അതാണ് ആ പറഞ്ഞത്. ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാല് ഉച്ചയും കുത്തി മറിയുന്നത് വേസ്റ്റ് ആയനെ. അതുകൊണ്ട് എന്തായിരുന്നാലും ആരും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ധൈര്യമായിട്ട് ഉച്ചയും കുത്തി മറിയാം. ഉസ്താദുമാർക്കും അതുപോലെ നമ്മുടെ മുറിയൻ ടീംസിനും ഒക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കേൾക്കണം. കൃഷ്ണരാജ്, ഞാൻ ആ കറുത്ത കുപ്പായത്തിലേക്ക് പോയിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിലും സമാധാനിക്കുക. ഇവരുടെ കുറച്ച് കുരുക്കളൊന്ന് പൊട്ടിച്ചോട്ടെ, നിങ്ങളൊന്ന് വിട്ടേരെ.
അപ്പോ അരവട്ട് ജിഹാദിയുടെ സ്വർഗത്തെക്കുറിച്ച് ഇവിടെ പല മാധ്യമങ്ങളും നിർഭയം പറയുന്നുണ്ട് കേട്ടോ. മാത്യു ശരിക്ക് വിവരം കെട്ടവരുടെ ഒലിപ്പീരല്ല, നമ്മുടെ പുസ്തകത്തിലുള്ള സംഗതികളാണ് ഇതൊക്കെ. നമ്മുടെ മതപുസ്തകത്തെ വിട്ടിട്ട് നമ്മൾ എന്തിനാണെന്ന് ഇവരെ വിമർശിക്കുന്നത്? ഇതൊക്കെ വിശ്വസിച്ചിട്ട് തന്നെയല്ലേ ഈ പുസ്തകത്തിന്റെ പിന്നാലെ പോകുന്നത്. ഈ പുസ്തകം പറഞ്ഞ് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിൽ വിശ്വസിച്ചിട്ടാ. മതേതരത്വം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. കേരളത്തിൽ എല്ലാവർക്കും സാക്ഷരതയുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. നമ്പർ 1 കേരളം എന്നീ അടുത്ത കാലത്തായി പറയാറുണ്ട്. അതായത് സഖാക്കളൊക്കെ പറയുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം കാരണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായത് കാരണമാണ് കേരള സംസ്ഥാനം ഇത്തരത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയത്, സാംസ്കാരിക കേരളമായി മാറിയത്, അതോടൊപ്പം തന്നെ നമ്പർ 1 കേരളമായി മാറിയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ നവോത്ഥാന കേരളത്തിൽ നിന്നുള്ള ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. നീ എന്തിനാണ് പിന്നെ മുസ്ലിം പേര് വെക്കുന്നത്? എന്തിനാണ് മുസ്ലിം വേഷം ധരിക്കുന്നത്? അതെല്ലാം മാറ്റിയിട്ട് പറ. അല്ലാതെ ആ വേഷം കെട്ടിയിട്ട് സംഘികളുടെ പിന്തുണ കിട്ടാനല്ലേ ഇക്കൂസേ, മനസ്സിലാക്കി കളഞ്ഞല്ലേടാ. ഞാനിത് ഇടുമ്പോ നിനക്ക് എവിടെയാടാ പൊട്ടി ഒലിക്കുന്നേ? നിനക്കെന്താടാ കുരു പൊട്ടുന്നത്? ഇത് മുസ്ലിം വേഷമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇത് മാറ്റണോ, പേര് മാറ്റണോ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ തന്ത ഈ രാജ്യം ഭരിക്കുന്ന സ്വേച്ഛാധിപത്യ രാജ്യമാകട്ടെ, അപ്പോ നീ നിയമം മാറ്റിയാ മതി. ഞാൻ ജീവിക്കുന്നത് പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സിറിയയിലുമല്ല, ഈ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താ. മദ്രസയിലെ ഉസ്താദിന് പോയിട്ട് കമിഴ്ന്നും മലർന്നും പാരച്യൂട്ട് ഇടാൻ വേണ്ടിയിട്ട് കിടന്നു കൊടുത്തത് കൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഭരണഘടനയും ഒന്നും കാക്കായ്ക്ക് വലിയ പിടിയില്ല അല്ലേ കാക്ക? അപ്പോ കാക്ക ആസനത്തിൽ കയ്യും ചൊരി പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കും. ചെല്ല്, ഇതേ ജനാധിപത്യ രാജ്യമാ. ഞാൻ എന്ത് പേര് സ്വീകരിക്കണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് നീയോ നിന്റെ തന്തയോ തന്തയുടെ തന്തയോ അല്ല തീരുമാനിക്കുന്നത്, ഞാനാ. ഈ വേഷം കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ, നിന്റെ വട്ടച്ചൊറി ചൊറിയുന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ചൊറിഞ്ഞു തീർക്കടാ, ചെല്ല്. അതല്ലെങ്കിൽ ഒരു ചെരവ എടുത്തിട്ട് നീ മാന്തി പൊളിക്ക്, ചെല്ല്. നീ എന്നെ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ഉണ്ടാക്കാൻ ഇറങ്ങല്ലേ. ഇത് ഇന്ത്യയാണ്, ഇന്ത്യ. ഒരു ബഹുസ്വര സമൂഹത്തില് ഒരാൾ എന്ത് വേഷം ധരിക്കണം, അവരെന്ത് വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം, അവരെന്ത് പേര് സ്വീകരിക്കണം എന്ന് ആ രാജ്യത്തിന്റെ ഭരണഘടന തീരുമാനിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു റൈറ്റ്സ് ഉണ്ട്. ഓക്കെ. الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون. ഒരു മുസൽമാന് ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണ് ലോകത്തിലുള്ളത്: കൊല്ലുക, ചാവുക. ഇതല്ലാത്ത സകല ജോലിയും നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശമായി തീരും. ഞാൻ പറയുന്നതല്ല, അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുർആനിലൂടെ പറയാം. ഇയാളെ നമ്മൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സൂറത്ത് തൗബയിലെ 123-ാമത്തെ വചനമാണ് അയാൾ ആ പറഞ്ഞ് വിശദീകരിക്കുന്നത്. നിനക്ക് ഞാൻ സ്വർഗം തരാം, നിന്റെ സമ്പത്തും നിന്റെ ജീവനും നീ എനിക്ക് നൽകണം. പകരം നിനക്ക് ഞാൻ എന്ത് തരും? നീ എന്താ ചെയ്യേണ്ടത്? കൊല്ലണം, കൊല്ലപ്പെടണം. ഇതാണ് നീ ചെയ്യേണ്ടത്. നാളെ തന്നെ ഇട്ടേക്കാം പ്രഭ, പർദ്ദയല്ലേ എന്റെ കയ്യിലുണ്ട്, നമുക്ക് നാളെ ഇടാം. കുരു പൊട്ടിക്കാനാണ് ഇവരുടെ ഭാവമെങ്കിൽ പൊട്ടിക്കാൻ തന്നെയാണ് നമ്മുടെ കൊല്ലുക, ഇതല്ലാത്ത സകല ജോലിയും ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണല്ലോ. ശ്രദ്ധിച്ചോ. ഒരു മുസൽമാന് ഇത് നമ്മൾ പറയുമ്പോ ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഇദ്ദേഹത്തെ ഏത് രൂപത്തിലാണ് വിമർശിക്കാൻ പറ്റുന്നത്? കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത് മാത്രമേ കക്ഷി പറഞ്ഞിട്ടുള്ളൂ. പറയുന്നത് മൊത്തം ഞാൻ കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് ഞാനിതൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുണ്ട് എനിക്ക്. കേരളമായി മാറിയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
ഈ സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ നവോത്ഥാന കേരളത്തിൽ നിന്നുള്ള ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന ഫയഖ്തുലൂൻ. ഒരു മുസൽമാന് ഹലാലായിട്ടുള്ള 2 ജോലി മാത്രമാണ് ലോകത്തുള്ളത്. മാറിപ്പോകുന്നു, കൊല്ലുക, സ്വർഗവും കിട്ടത്തില്ലല്ലോ അല്ല. ഇതല്ലാത്ത സകല ജോലിയും നിനക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശികളായി തീരും. ഞാൻ പറയുന്നതല്ല, അള്ളാഹു വ്യക്തമായും ശക്തമായും ഖുർആനോട് പറയാം. ഒരു സെക്കൻഡ് നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്കണം. കാരണം സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ഇരുന്ന പോരാ. ഖുർആനിനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അപ്പൊ നമ്മള് മുടി കാണുന്നുണ്ടല്ലേ? ശരി, നമുക്കതൊന്ന് മാറ്റിയേക്കാം. കുറച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ ഇരിക്കണ്ടേ? കുറച്ച് മുടി കാണുന്നുണ്ടല്ലേ? ശരി, അത് നമുക്ക് ശരിയാക്കിയേക്കാം. ഇപ്പൊ റെഡിയായില്ലേ? സ്വർഗത്തെ കുറിച്ചാ പറയും. അപ്പൊ പരലോകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളെ തുണിയൊന്നും മാറിപ്പോകരുത്. മുടിയൊന്നും മസാമിനെ പോലെ ഇവരിനെ കൊല്ലുമെന്നറിയില്ല. തുണിയൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇനി നമുക്ക് ഉസ്താദിൻ്റെത് കേൾക്കാം. ശരി. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലി. ഉസ്താദേ, തെറ്റിപ്പോയി. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അങ്ങനെയാണ് ഖുർആൻ വചനം കേട്ടോ. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനമാണ്. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനം. ഞാൻ നേരത്തെ 123 എന്ന് പറഞ്ഞു പോയോ? 123 നിന്റെ അടുത്ത് താമസിക്കുന്ന ആ ബഹുദൈവ വിശ്വാസികളെ യുദ്ധം ചെയ്യണമെന്നും അവർ നിന്നിൽ ഭീകരത കണ്ടെത്തണമെന്നുമുള്ള വചനമാണ്. അതല്ല ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോയോന്ന് എനിക്കറിയില്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. അതായത് 111 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ വചനമാണ്. കൊല്ലുക, ചാകുക. കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവൻ. അവന്റെ ശരീരം, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ ഇച്ഛകൾ, അവന്റെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ദുരന്തം പിടിച്ചൊരു പടച്ചു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് 500 അവന് സ്വന്തമായിട്ട് ഒന്നുമില്ല, അവൻ്റെതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ്, വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ. എനിക്ക് എന്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ വേണം. കാരണം ഞാനത് വിറ്റു. അത് മറ്റൊരാൾ വിലക്കെടുത്തിരിക്കണം. അവിടെ നമുക്കൊരു അവകാശവുമില്ല. ഈ സർവശക്തനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചതായ അള്ളാഹു തൂക്കി വിറ്റാൻ 100 രൂപ പോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ വിലക്ക് മേടിച്ചിരിക്കുക. എന്തിനു പകരമായിട്ടാണ്? നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട്. അതാണ് ഒരു ആയത്തിൽ നമ്മൾ കാണുന്നത്. ആയിഷബിയുടെ ആടും ഫാത്തിമയുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെ ബാക്കി വന്ന കുറച്ച് ആയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഓതുന്നത്. ഇവിടെ ഈ നമ്മുടെ MG ശ്രീകുമാർ പറയുന്ന പോലെ പൈനായ കുട്ടിക്കല്ല അള്ളാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത്. നിത്യമായ ഹൈടെക് സ്വർഗം. ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയൊക്കെ കാണുന്ന ഒരു ഉണങ്ങിയ സ്വർഗം ഉണ്ടല്ലോ, അതല്ല. ഒരു ഹൈടെക് ബ്രോത്തൽ, ഒരു വേശ്യാലയം. വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നെ പോലുള്ള ആളുകൾക്ക് അറിയാം. തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, മോശമാണ് അവിടുത്തെ അവസ്ഥ. കേട്ടോ, വേശ്യാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എന്നെ പോലെയുള്ള ആളുകൾക്കറിയാം. വേശ്യാലയം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല. എന്നെ പോലുള്ള ആളുകൾക്ക് അറിയാം. തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, മോശമാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ പറയുന്ന പോലെയൊന്നും ഇല്ല. കുറെ ഉണങ്ങിയ കുറെ പെണ്ണുങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് അവിടെ ഫ്രഷ് സാധനം, ഹൈടെക് വേശ്യാലയം. ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ കരുതൽ നോക്കണം. നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും, നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ ഖുർആൻ ഇറക്കി. ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ഉസ്താദിനോട് ചോദിച്ചോ, ഉസ്താദ് കറങ്ങും. കാരണം എന്നാ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്, അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് ഉസ്താദ് വ്യക്തമായിട്ട് പറയും. ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും തൊടാം. ഇവിടുത്തെ വേശ്യാലയങ്ങളൊക്കെ പരസ്യത്തിൽ മനസ്സിലായോ? ആരും തൊടാത്ത പെണ്ണുങ്ങളുടെ
മാറിടത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന്. ആ ഒരു ആത്മാവിലാണ് നമ്മൾ ചെയ്യുന്നത്. ആരും തൊടാം. ഇവിടുത്തെ വേശ്യാലയങ്ങളൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും, അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെ നമ്മൾ നടത്തുന്ന വേശ്യാലയങ്ങളൊന്നും കിട്ടില്ല. എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഹൈടെക് വേശ്യാലയമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഹൈടെക് വേശ്യാലയം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി നൽകി. തന്നെയുമല്ല, പടച്ചവന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ പടച്ചവനൊന്ന് പറ്റിക്കാൻ പറ്റുമോ? കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണ്ടേ? സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സംഗതി തന്നെ കൊടുക്കണ്ടേ? അതുകൊണ്ട് പടച്ചവൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് പടച്ചവൻ അങ്ങനെ കൊടുക്കുന്നത്. നമ്മളാരും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വേശ്യാലയമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഒന്നും കിട്ടത്തില്ല. എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഹൈടെക് വേശ്യാലയമാണ്. റെജി തോമസ് അവന്റെ ഒരു സാധനവും ഉടയ്ക്കാൻ നിൽക്കണ്ട. അവൻ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഭയഭക്തി ഹൂറികളുടെ മാറിടത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനയൊക്കെ തീർന്നത് കൊണ്ടേ തൽക്കാലം ഷാളൊന്ന് എടുത്തതാണ് കേട്ടോ. അസ്വസ്ഥതയാ. അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ? അല്ല, ഇവിടത്തെ വേശ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല. നേരെ ഒരു ഭക്ഷണം പോലും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ഇരുന്നിട്ട് ഞാൻ ബെഡ് കാഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്നതാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ ചെന്ന് നല്ല ഭക്ഷണമൊന്നുമില്ല. എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ? എന്നാൽ ഇവിടെ അള്ളാഹു ഇവിടെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ്. അല്ലാതെ ഇവിടെ ബെവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല, ശുദ്ധമായ മദ്യം. അപ്പൊ ഞാൻ തന്നെ അവിടെ ഇസ്ലാം ആകെ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ മദ്യപ്പുഴ ഉള്ളതുകൊണ്ട്. കാരണം എനിക്ക് നീന്തൽ അറിയത്തില്ല. നീന്തൽ അറിയാതെ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപോകുന്ന പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ സ്വർഗത്തിന്റെ കാര്യം മാറ്റി വെച്ചത്. പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് വക്കവായി അത്രാവയൊക്കെ കണ്ടത് കൂടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ അത്ര മനോഹരമായ ഇത് എത്ര കാലത്തേക്കാണ്? ഒരു വർഷത്തേക്കോ 1 നൂറ്റാണ്ടല്ല, നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും. നിങ്ങൾ വിചാരിക്കുന്നത് പഴയ ജോസ് പ്രകാശിന്റെയും നായരുടെ ഒക്കെ പ്രോമിസാണ്. അങ്ങനെയല്ല. ലോകത്തിൽ ഞാൻ നിങ്ങൾക്ക് പെണ്ണ് തരാം, കള്ള് തരാം, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ മുതലക്കുഞ്ഞുകൾക്കല്ല, മുതലക്കുഞ്ഞല്ല, ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ടുകൊള്ളെന്ന് പറഞ്ഞ സത്യസന്ധനായ ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ. ആ അള്ളാഹുവാണ് മുഹമ്മദ് സാഹിബിന്റെ കുണ്ടനായ അള്ളാഹു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മുസൽമാനായ മനുഷ്യ, നീ ജോലി ചെയ്യുമ്പോഴും, നീ അധ്യാപകനാണെങ്കിലും, നീ എഞ്ചിനീയർ ആണെങ്കിലും, നീ ഡോക്ടർ ആണെങ്കിലും, നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിനക്കൊരൊറ്റ വഴിയേ ഉള്ളൂ: കൊല്ലുക, ചാകുക, ചാകുക, കൊല്ലുക. അതുകൊണ്ട് ഇനിയെങ്കിലും അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് തൗഫീഖ് നൽകിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. ഇതാണ് ആ പ്രസംഗം. ഇതിൽ പറയുന്ന കുറച്ചധികം കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ കൊല്ലുക അല്ലെങ്കിൽ ചാകുക, ഇത് രണ്ടും മാത്രമാണ് ഈ പറഞ്ഞവരുടെ പണി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വിൽക്കപ്പെട്ടവരാണ്? എന്തുകൊണ്ടാണ് ഈ കൊല്ലുകയും ചാവുകയും ചെയ്യുന്നത്? ഇവരെല്ലാം വിൽക്കപ്പെട്ടവരാണ്. ഇവർ മറ്റേയാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റേയാൾ ഇയാളെ ഇവരെയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഈ വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണ്? നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങിയത്. നിത്യമായ ഹൈടെക് സ്വർഗമാണ്. പിന്നെ ഈ ഹൈടെക് സ്വർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വേശ്യാലയത്തിന് കടം പറയരുത്, പകരം കൊടുക്കുന്നത്. എന്താണ് ഈ നിത്യമായ ഹൈടെക് സ്വർഗം എന്ന് പറഞ്ഞതും കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ വേശ്യാലയമാണ് അവിടെ ഇരിക്കുന്നത് എന്നാണ്. നമ്മുടെ നാട്ടിലെ ഉണക്ക വേശ്യാലയമല്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുള്ള വേശ്യാലയമാണ് എന്ന് അദ്ദേഹം വളരെ സത്യമായ ഭാഷയിൽ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ഉണക്ക സ്വർഗമല്ല മുസ്ലിമിന്റെ സ്വർഗം, അത് നിത്യവും ഹൈടെക്കും ഒക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ അവിടെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടി അവിടെയുള്ള ഈ ആരും തൊടാത്ത സാധനങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ, അത് അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളാണ്. അതൊരിക്കലും ഏറ്റു പറയാൻ പാടില്ല. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവന്മാര് ഇങ്ങനെ കൊല്ലുകയും ചാവുകയും ഒക്കെ ചെയ്യുന്നത്. ഒന്നുകിൽ കൊല്ലണം അല്ലെങ്കിൽ ചാവണം. കൊന്നതിന് ശേഷം ചത്തു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഇതൊക്കെ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ സാംസ്കാരിക കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവരോടൊക്കെയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ, കേരളത്തിലെ സ്കൂളുകൾ എത്ര മണിക്ക് തുറക്കണം,
എത്ര മണിക്ക് പൂട്ടണം? കേരളത്തിലെ സ്കൂളുകളിൽ എന്ത് തരത്തിലുള്ള യൂണിഫോമുകൾ വേണം? കേരളത്തിലെ സ്കൂളുകളിൽ സൂംബ പഠിപ്പിക്കണമോ അതോ കരാട്ടെ പഠിപ്പിക്കണമോ എന്നൊക്കെ ചോദിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യാനായി സർക്കാർ ഓടി ചെല്ലുന്നത് ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുടെ അടുത്തേക്കാണ് എന്നുള്ളതാണ് കേരളത്തെ ഒരു വിസ്മയ സംസ്ഥാനമാക്കി മാറ്റുന്നത്. വെബ് ഡെസ്ക്. അതായത് നല്ല ഹൈടെക് വേശ്യാലയം സ്പോൺസർ ചെയ്യുന്ന പടച്ചോൻ, ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാറ്? നമ്മൾ വിമർശിക്കുന്നു എന്നല്ലേ, നമ്മൾ കളിയാക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയാറ്? അല്ല, ഈ മത കിതാബിലുള്ള വസ്തുതകളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കുണ്ടനടിക്കാരനായിട്ടുള്ള സ്ത്രീലമ്പടനായിട്ടുള്ള മുഹമ്മദ് എന്താണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്ന് നമ്മൾ നിങ്ങളോട് തുറന്നു പറയുന്നു. മറ്റവരത് പറയുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും അവരും അത് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു സുധി. ചില സന്ദർഭങ്ങളിലെങ്കിലും ഉസ്താദുമാർ അത് തുറന്നു പറയാൻ, ആ സ്വർഗത്തെക്കുറിച്ച് തുറന്നു പറയാൻ നിർബന്ധിതരാകുന്നുണ്ട്. അതിൽ ചില സന്ദർഭങ്ങള് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വർഗത്തെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പെണ്ണുങ്ങളുടെ മദ്യസേവ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ? മലപ്പുറത്തെ മലയാളി മങ്കകൾ കള്ള് ഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിക്കുക. അതെ കൃഷ്ണരാജ്, ഞാനൊരു വികാര ജീവിയാണ് ശോഭേ, നീ സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും സുഖം, അതല്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം എന്ന് പറയുന്നത് പോലെ താത്താമാര് വിചാരിച്ചു കാക്കാമാർക്ക് ഇവിടെയും സുഖം അവിടെയും സുഖം. അപ്പൊ പിന്നെ ഞങ്ങളും കൂടി കുറച്ചൊന്ന് സുഖിച്ചോട്ടേന്നേ. ആ 2 പോർക്ക് വരട്ട് കൂടി അവരങ്ങോട്ട് തിന്നുന്നുണ്ടാവും കേട്ടോ. കള്ളും പിന്നെ പോത്തിറച്ചി വേണോ അതോ പന്നിയിറച്ചി വേണോ? ശരി, പന്നിയിറച്ചി കുരുമുളകിട്ട് പെരട്ടിയത് 2 പ്ലേറ്റ് പോരട്ടെ എന്ന് പെണ്ണുങ്ങള്. സമാധാനം. ഇനി കാക്കാമാരുടെ അടിപൊളി അടാറ് കള്ളുകൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കാണും. അതാണെങ്കിൽ ഒരു പാട്ടിന്റെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് കാക്കാമാര് കള്ളു ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴിനീളെ ആടി നടക്കും. നൂറുമേനി ഇസ്ലാം മതവിശ്വാസികൾ ബിസ്മി പറയാൻ മറന്നിട്ടില്ല. തൊപ്പിയിട്ടിട്ടുണ്ട്, ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് അവര് കള്ളുകുടിക്കുന്നത്. ബിസ്മി പറഞ്ഞാ പോരെ, ബിസ്മി പണഞ്ഞിട്ട് തന്നെയാണ് അവര് കുടിക്കുന്നത്. പോയോ? ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴിനീളെ ആടി നടക്കും. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴിനീളെ ആടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ, ആപത്തിനു കൂടെ കാണും. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരു ദോഷം. മതമില്ല ജാതിയുമില്ല, സമ്പത്തിൽ തൂക്കവുമില്ല. മതമില്ല ജാതിയുമില്ല, സമ്പത്തിൽ തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല.
ഇതിനപ്പുറം ഒരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ഈ അവക്കാഡോ വ്ലോഗിന് എന്തു പറ്റി? എന്ത് നിർത്താൻ? നീ നിർത്തിപ്പോടാ. നിന്നെ ഇവിടെ ആരാ വിളിച്ചേ? എന്ത് എവിടെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അവരെ പറഞ്ഞുവിടെ സുധേ. നമ്മുടെ ചാനലിൽ കയറി വന്നിട്ട് നമ്മളോട് നിർത്തിപ്പോകാനോ? ഇറങ്ങിപ്പോടാ. അപ്പോ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. അടുത്തത് വരുന്നു. ചില സന്ദർഭങ്ങളിലെങ്കിലും ഉസ്താദ് ഈ സ്വർഗത്തെക്കുറിച്ച് പറയാൻ മടിക്കാറില്ല കേട്ടോ. വരും വരും വരും. ഇത് ഞാൻ ആദ്യമേ ഇടണം എന്ന് വിചാരിച്ചതാ. നോക്കുമ്പോ എന്റെ മോൻ വന്ന് ഇവിടെ ഇരുന്നു. ഖുർആനും ഹദീസും അല്ലേ, ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളല്ലേ, മക്കൾക്ക് കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അവരോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. 3 പേരും കൂടി പോയിരുന്ന് ക്യാരംസ് കളിച്ചോളാം. 3 പേരെയുള്ള ഒരാൾ ഇഷ്ടമല്ല. അപ്പൊ പോയിരുന്ന് ക്യാരംസ് കളിച്ചോളാം. അപ്പൊ അങ്ങനെ വാതിലൊക്കെ അടച്ച് കുട്ടികൾ ഇത് കേൾക്കുന്നില്ല എന്ന് 100% ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് പറയുകയാണ്. നിങ്ങളും അതുപോലെ മക്കൾ ഇത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അബൂ ഹുദൈദ നൽകുന്ന നിർവചനമാണ് പെണ്ണ്, ഉടുപ്പ്, ബെഡ്ഷീറ്റ് അവളെപ്പോഴും കിടക്കണം. അവർക്ക് ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. പാവങ്ങള്, അവർക്ക് ഇതല്ലാതെ വേറെ ഒരു ചിന്തയും. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഹുദൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ. ശരിയാണ് കേട്ടോ. പ്രവാചകൻ 11 ഭാര്യമാരെയും മത്തി ഐസിന് അടുക്കി വെക്കുന്നത് പോലെ അടുക്കി വെച്ചിട്ട് 11 പേരുമായും കളിച്ചിട്ട് ഒരൊറ്റ കുളി കുളിച്ചു എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അപ്പൊ പെണ്ണെപ്പോഴും കിടക്കണം. അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. 2 വട്ടം പ്രായപൂർത്തിയായവരെ ഇനിയുള്ളത് കേൾക്കാവൂ. ഒരു തവണയൊക്കെ ജസ്റ്റ് പ്രായപൂർത്തിയായ ആളുകൾക്കൊന്നും ഇത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 വട്ടം പ്രായപൂർത്തിയായവർ ഹെഡ്സെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ചെവിയിൽ തിരികെ വെച്ചിട്ട് വേണം കേൾക്കാൻ. കുടുംബം ഇത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും കേട്ടില്ലേ? ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ഇന്ദ്രിയസ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഥലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, കാരികത്തിൽ മുട്ടുകാലിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നുകൊണ്ടോ, മുത്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, മുത്തജ്ജഅത്തിൽ ധരിച്ചു കിടത്തിയോ,
മുന്നിലൂടെയോ വമുഖ്ബിലത്തിൻ മുൻഭാഗത്തിലൂടെയോ വമുദ്ബിറത്തിൻ പിൻഭാഗത്തിലൂടെയോ ഇലാ മൗദിഇൻ ഫീ മൗദിഇൻ വാഹിദ്, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ പത്തുമാർക്ക് വന്നാക്കിയിട്ട് എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർ കുറെ സ്വർണ്ണം കിട്ടും. എന്നിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അടക്കല്ലേ എങ്ങനെയാ ഹക്കിമേ അവനാ പറഞ്ഞു അതെ ഇത് പറയാതെ പോകല്ലേ എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. Periods. അയലിന്റെ സമയത്ത് അപ്പോ ചില തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഉലമാക്കൾ നമുക്കതാ മനസ്സിലാക്കേണ്ടത്. നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയക്കല്ല് ഉണ്ടാക്കാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിന് അനുമതിയുള്ള ഒന്നു എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്, അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയക്കല്ല് ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തിനാണിത്? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നത് എന്തിനാ? ഉസ്താദ് ഇനി അതും കൂടി നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. മതി ഉസ്താദ്, ഇന്നത്തേക്കായി. ഉസ്താദ് ഇതുകൊണ്ടൊന്നും പോകുന്ന ലക്ഷണമില്ല. പിന്നെ എങ്ങനെയാണ് തീവ്രവാദ സംഘടനകൾ ഇല്ലാതിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഇവര് തീവ്രവാദികളാകാതിരിക്കുന്നത്? ഇവർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ അള്ളാഹു കൊടുക്കാമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായപൂർത്തിയായ ആളുകളെ ഇത് കേൾക്കാവുന്ന. കാരണം മറ്റവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ടല്ലോ. നമ്മളായിട്ട് സാമൂഹ്യ വിരുദ്ധതകൾ ഉണ്ടാക്കരുത് എന്ന് എനിക്ക് നിർബന്ധം. അപ്പോ ഉസ്താദ് പറഞ്ഞ നമ്മൾ കേട്ടല്ലോ. ഓക്കെ ഉസ്താദ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടേ. ആ ഭാഗം കൂടെ കേട്ടിട്ട് പോയാൽ ഉസ്താദിന്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഉസ്താദേ, ഇവരുടെ ഈ വീഡിയോസ് ഒക്കെ നമ്മളെടുത്ത് വിമർശിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. നമുക്ക് പ്രശ്നം ഇതും അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുന്നു. പ്രായപൂർത്തിയായവരെ കേൾക്കാവൂ, ഒറ്റയ്ക്കിരുന്നേ കേൾക്കാവൂ, കുടുംബമായിട്ടിരുന്നത് കേൾക്കരുത്. എൻ്റെ ലൈവല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജനാധിപത്യ ബോധ്യം ഉണ്ടായിക്കോട്ടെ, മതതീവ്രവാദത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ ലൈവ് പ്ലീസ് ഒറ്റയ്ക്കിരുന്നേ കേൾക്കാവൂ. അത്ര വൃത്തികേടാ. ശപിക്കപ്പെട്ടവനാ, കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാര് നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ ഇടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ അതല്ല ഞാൻ ആലോചിക്കണതേ, വലിയൊരു ജനസംഖ്യ ഇങ്ങനെ വരും കാക്കാടെ കൈ നോക്കിയിട്ട്, ഈ ജനസംഖ്യയൊക്കെ നോക്കിയിട്ട് എന്തായാലും കുട്ടികൾക്ക് മനസ്സിലാകും കേട്ടോ ഇത് ഞങ്ങളുടെ വാപ്പാണെന്ന്. അതൊരു കഴിവാണ്. കാരണം കയ്യിലൂടെ ഒഴുകിപ്പോയ ശുക്ലങ്ങള് നാളെ മക്കളായിട്ട് പരലോകത്ത് കിടന്നു ഉമ്മ ഇങ്ങനെ വൈകാരികമായിട്ട് വിളിക്കുമെന്നാണ്. ഭയങ്കരമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു ജനസംഖ്യ താണ്ട് ഇറങ്ങി വരുന്നു. ആരടാ നിങ്ങളൊക്കെ എവിടെ പോവാടാ? നിങ്ങൾ എൻ്റെ വാപ്പയാണ് ഉപ്പാ. ഇത് ഞാൻ എപ്പോ ഉണ്ടാക്കി? നിങ്ങളുടെ ഉമ്മ ആരാടാ? ഇല്ല ഒന്നുമില്ല, വാപ്പ സ്വയംഭോഗം ചെയ്തതിലുണ്ടായ ആളാണ് ഞാൻ. അയ്യോ അവസ്ഥനെ കാണണമല്ലേ. ശരി, ആ പ്രോഡക്റ്റിനെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ?
പറയും ഉസ്താദ്. ും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാ. അയ്യോ, വാപ്പാക്ക് പോലും അറിയത്തില്ല ഈ മക്കൾ ഏതാണ്. ഈ മക്കളൊക്കെ വന്നിട്ട് വാപ്പാ വാപ്പാന്ന് വിളിച്ച് എന്തായാലും മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു ഗുണമാണ് കേട്ടോ. എത്ര മക്കള് കാണും. എന്തായിരുന്നാലും ഒന്നും പറയുന്നില്ലേ ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കൈപ്രയോഗം നടത്തരുത്, മറ്റുള്ളവരുടെ കൈ കൊണ്ട് പിടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ ഇസ്ലാം എന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഒരുപാടിനെ കടക്കുന്നില്ല, വ്യംഗ്യമായി പറഞ്ഞു പോവുകയാണ്, മനസ്സിലാക്കണം. ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലോട്. അതല്ല ബിഗ്ടാക്ക, അതല്ല, അതെ ഇവരൊക്കെ മുസ്ലിം കുട്ടികളായിട്ട് ഇസ്ലാം വളർത്താൻ വേണ്ടിട്ട് ചിലപ്പോ സ്വർഗത്തിൽ വോട്ടിടാനൊക്കെ ഈ പിള്ളേര് വരുമോന്ന് അറിയത്തില്ല കേട്ടോ. എന്തായിരുന്നാലും ചിലപ്പോ ബ്രഹ്മചാരികൾക്കൊക്കെ ഒരുപാട് മക്കളുണ്ടാവും, ഒരിക്കലും കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാകത്തില്ല ഉസ്താദ്. ഉസ്താദ് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോ ജീവിച്ചപ്പോ എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ. അല്ല ഉസ്താദ്, വാപ്പ സ്വയംഭോഗം ചെയ്തിട്ടുള്ള കുട്ടിയാ ഞാൻ. അപ്പൊ നീയോടാ? ഞാനും അതെ. അപ്പൊ ഈ മക്കള് മൊത്തം എന്റെ മക്കളാ എന്ന് പറയും. അയ്യോ, സ്വർഗം നിറയുമായിരിക്കുമല്ലേ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, പഠിച്ച നേരത്തെ തന്നെ പിള്ളേർക്ക് പറഞ്ഞു, പിള്ളേരെ നിങ്ങളുടെ വാപ്പാണ് ഇപ്പൊ ഇനിയും വരാൻ പോണത്, നിങ്ങളുടെ വാപ്പാണ് കേട്ടോ. അടുത്തത് വരാൻ അങ്ങോട്ട് ഉമ്മാണ് ഇനിയും വരാൻ പോണത് എന്ന് പറയുമായിരിക്കും. വലിയ വലിയ ജനസംഖ്യ കാണുമായിരിക്കും. ശരി ആവട്ടെ. പരിശുദ്ധ ഇസ്ലാം എന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഒരുപാടിലേക്ക് കടക്കുന്നില്ല, വ്യംഗ്യമായി പറഞ്ഞു പോവുകയാണ്, മനസ്സിലാക്കണം. ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ, സ്വയം ഭോഗം ചെയ്യാവോ ഉസ്താദേ? ഇല്ല 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 ഇല്ല. സ്വയം ബോധത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല. സ്വയം ബോധത്തിലൂടെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ്, നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞുമാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീഘ്രസ്ഖലനം ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛ ഹലാൽ ശാസ്ത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവളുടെ വിചാരത്തിലേക്ക് പോകും. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയം ഭോഗം പാടില്ല, അത് ഹറാമ് തന്നെ, നിഷിദ്ധമാ. ഹനഫി മദ്ഹബ് അനുസരിച്ച് വ്യഭിചാരത്തിലേക്ക് പോകുമെങ്കിൽ സ്വയം ഭോഗം ആകാമെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങളല്ല ഹനഫി മദ്ഹബുകാരായി. വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയത്തെടുക്കും, തോന്നുന്നത് പോലെ മദ്ഹബൊന്നും മാറാനൊന്നും പറ്റില്ല. തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം ഭോഗം അനുവദനീയാണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3-4 പ്രാവശ്യം സ്വയം ഭോഗം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? ഏതാ വ്യഭിചരിച്ചോണ്ടിരിക്കുക ജോലി? അപ്പൊ അത് ഹറാമ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്താൽ ഉമ്മത്ത് ഇന്ന് തച്ചിലിരിക്കുന്നു മുതൽ നബീന റസൂലുള്ളാഹി തങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തനാമ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരി നിന്റെ ഭർത്താവ് പുറത്ത് വ്യഭിചരിക്കാൻ പോകാനുള്ളതിന്റെ പരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം. എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തനാമ, അവൾ ഉറങ്ങൽ ഹത്താ തഅറുദ നഫ്സഹാ അലാ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ. എങ്ങനെ? വെറുതെ പോയി പൗഡർ ഇട്ടോട് നിന്നാ പോരാ, ചുണ്ട് മിനുക്കിക്കൊണ്ട് നിന്നാ പോരാ. ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ അഴിച്ചു മാറ്റണം.
وتدخل ثياب وتدخل معه بلحافه. അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം. അവളുടെ നഗ്ന ശരീരത്തെ, വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉരസണം, യോജിപ്പിക്കണം. അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ ശാപം. എന്ത് ഇവരോടൊക്കെ പറയാം. അതല്ലാതെ നബിക്ക് സ്വയംഭോഗം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കൂടെയുണ്ട്, അടിമ പെണ്ണുങ്ങൾ എമ്പാടുമുണ്ട്. പിന്നാണെങ്കിൽ അദ്ദേഹത്തിന് ശരീരം ദാനം കിട്ടിയത് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിട്ടേക്കാം, പോട്ടെ, സാരമില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ചിട്ട് ഉസ്താദുമാർ ഇങ്ങനെ നീണ്ടു നിവർന്നു നിന്ന് വർണ്ണിക്കുമ്പോൾ ഇതാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയണ്ടേ. ഈ ഇസ്ലാമിക ഭീകരതയെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വീണ്ടും ഇതേ മേഖലയിൽ തന്നെ നിൽക്കുന്നത്. ഇതാണ് ഇസ്ലാം. കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി പഠിപ്പിക്കുന്നു. ഇപ്പോ ഗാസയ്ക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ പെണ്ണുപിടി മാത്രമല്ല, ഇസ്ലാം മത തീവ്രവാദത്തെ സംബന്ധിച്ചും ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേല് പോലെയുള്ള രാജ്യങ്ങൾ ഈ വിഷയം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമോ ഇവരെല്ലാവരും? പാൻറിന്റെ സിബ്, ഷർട്ടിന്റെ ബട്ടൺസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഇവർ ബഹിഷ്കരിക്കേണ്ടി വരും. നമ്മൾ ഈ ഭീകരത മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരിൽ രൂഢമൂലമായിരിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് എതിരായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ രാജ്യം മതത്തിന്റെ പേരിലൊന്നും ഭാഗിച്ചതാ. ഇപ്പോൾ ഇതാ വീണ്ടും കേരളം പിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നത് കണ്ടില്ലേ? കേരളം ഇനിയും മുറിക്കണം. അവർക്ക് എന്താണ്, നെയ്യാറ്റിൻകരയും മൂവാറ്റുപുഴയും അല്ലെ, മലപ്പുറത്തെ വിഭജിച്ചിട്ട് തിരൂര്, നെയ്യാറ്റിൻകര, മൂവാറ്റുപുഴ, അതിനു വേണ്ടിയിട്ട് ഒരു ആവശ്യം ഇവർ ഉയർത്തുവാണ്. ഇപ്പോൾ കേരളത്തിൽ ഇനിയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇസ്ലാമിക രൂപത്തിൽ അവർക്ക് വീണ്ടും സംസ്ഥാനം വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരം ചെയ്തികളെയൊന്നും നമുക്കങ്ങനെ കണ്ണടച്ച് അംഗീകരിക്കാനും ന്യായീകരിക്കാനും ഒന്നും സാധിക്കാത്തത് ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ്. ഇവര് മുമ്പ് ഇസ്ലാമിക രൂപത്തിൽ ഇവർക്ക് വീണ്ടും ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നില്ലേ? മോഹൻദാസെ, ഞാൻ ഇതിന് അറുതി വരുത്തുക എന്നതിലുപരി കുറച്ചാളുകൾക്കെങ്കിലും ബോധ്യമുണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ശ്രമം പാഴായിട്ടില്ല. അതിനെക്കുറിച്ച് താങ്കൾ വിഷമിക്കേണ്ട. ഇതിനെ മൊത്തം അറുതി വരുത്താനൊന്നും പറ്റില്ല. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ചിട്ട് എന്ത് സംഭവിച്ചു? പോപ്പുലർ ഫ്രണ്ടുകാർ മൊത്തം ഇല്ലാതായോ? ഇല്ല. അറുതി വരുത്തുക എന്നതിലുപരി നമുക്ക് കുറച്ചാളുകൾക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, വേണ്ടെങ്കിൽ നിരാകരിക്കാം, പ്രശ്നമില്ല. ഞാൻ ഒരാള് ഇസ്ലാമിനെതിരെ സംസാരിച്ചത് കൊണ്ടോ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടോ ജനാധിപത്യത്തിനു വേണ്ടി നിരന്തരം സംസാരിച്ചത് കൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോ മലപ്പുറത്തൊരു ജില്ല വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് വന്നിട്ടില്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് എത്ര മാധ്യമങ്ങൾ അത് അർഹിക്കുന്ന രൂപത്തിൽ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഈ ജില്ലയൊന്നും പോരെ ഇവർക്ക്. കേരളത്തിൽ ഇനിയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന്. 1984 കാസർഗോഡ് രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പുതിയ ജില്ലകളൊന്നും വന്നിട്ടില്ല.
പുതിയ ജില്ല ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ ഭരണഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗാണ്. നെയ്യാറ്റിൻകരയും മൂവാറ്റുപുഴയും കേന്ദ്രീകരിച്ച് ജില്ലകൾ രൂപീകരിക്കണം എന്ന ആവശ്യമാണ് ഇന്ന് ശക്തമായിരിക്കുന്നത്. അത് നിലനിൽക്കുമ്പോൾ തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല, മുസ്ലിം ജില്ല ഉയരണം എന്ന ആവശ്യം ചെറിയ കാര്യമാണോ? തിരൂർ ജില്ല വരണമെന്ന്, പുതിയ ജില്ലാ രൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാകും കേട്ടോ. എന്തായിരുന്നാലും അവര് മൗനത്തിലാണ്, ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. താനൂര്, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യമായിട്ട് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ജനസംഖ്യ ആനുപാതികമായിട്ട് വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണ് എന്നാണ് മൊയ്തീന്റെ നിലപാട്. ഈ ആവശ്യത്തോട് ലീഗ് യോജിച്ചിട്ടുണ്ടോ ഇല്ലേ? ലീഗിന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഒരു MLA ഇത് പറയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ഒരു ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ MLA KNA ഖാദർ 2019 തോന്നുന്നു ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2015 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഇത് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, അത് പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ 4 താലൂക്കുകൾ ചേർത്തിട്ടാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത്. കാസർഗോഡ് ജില്ലയുടെ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനത്ത് പുതിയതായിട്ട് മറ്റൊരു ജില്ല എന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര രൂപത്തിൽ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഇലക്ഷൻ അടുത്തിരിക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ശക്തമായിരിക്കുന്നു. അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളാണ് ഈ ആവശ്യത്തിന്റെ മുൻനിരയിലുള്ളത്. മോളെ തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ 15ാമത്തെ ജില്ലയായിട്ട് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടുകൂടി തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനപ്രതിനിധികൾ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സ്ഥലം MLAയും CPM നേതാവുമായിട്ടുള്ള ആൻസലൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് നെയ്യാറ്റിൻകര എന്ന ജില്ല ഈ ആവശ്യത്തിന്റെ മുൻനിരയിൽ നിന്നുള്ളത്. ജില്ലാ രൂപീകരണ ആവശ്യവുമായി 1.5 ലക്ഷം ആളുകൾ ഒപ്പിട്ട ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങളത് കണ്ടിരുന്നു? നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടു വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് നെയ്യാറ്റിൻകര, കാട്ടാക്കട എന്നീ താലൂക്കുകളിലാണ്. ഇതിന് മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണ് എന്നാണ് വാദം. അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഏറെ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ 1969 ജൂൺ 5 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും
കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും ചേർത്തിട്ടായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം. പുതിയ ജില്ല നിലവിൽ വന്നപ്പോൾ 14 ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യയെങ്കിൽ ഇന്നത് 45 ലക്ഷത്തിലേറെയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല. ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ലാ രൂപീകരണം എന്ന ആവശ്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്ന അവകാശവാദം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് പുറമെ സമസ്ത, SDPI, വെൽഫെയർ പാർട്ടി, അണ്ടർലൈൻ ചെയ്യണേ ഈ പാർട്ടികളെയൊക്കെ, ഈ വാദത്തെ അവരൊക്കെ പിന്തുണയ്ക്കുന്നു. അതുപോലെ ഹൈറേഞ്ച് മേഖലകളിൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണം എന്നതാണ് അടുത്ത ആവശ്യം. ഹൈറേഞ്ച് മേഖലയിലെ 4 താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ല രൂപീകരിക്കണം എന്നാണ് ആവശ്യം. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാകേണ്ടുന്ന പ്രദേശങ്ങൾ എന്നാണ് അവകാശവാദം. മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കും എന്ന് മുൻ മൂവാറ്റുപുഴ MLA ആയിരുന്ന ജോസഫ് വാഴക്കാൻ മുമ്പ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രമാക്കി പുതിയ കാർഷിക ജില്ല രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ഹൈറേഞ്ചിലെ കാർഷിക അഭിവൃദ്ധിക്ക് പുതിയ ജില്ലാ രൂപീകരണം ഏറെ സഹായകരമാകുമെന്നാണ് മൂവാറ്റുപുഴ ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ അഭിപ്രായം. നോക്കണം,